ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു ആമുഖം പറയേണ്ടിയിരിക്കുന്നു. എന്താ വെച്ചാൽ ഏകദേശം 1500 പേജ് വലുപ്പമുള്ള ഒരു പുസ്തകമാണ് സയൻസ് ഇൻ ഹിസ്റ്ററി. ആ പേരിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ പിന്നീട് വരും. JD ബർണാൽ എന്ന ശാസ്ത്രജ്ഞനും ശാസ്ത്ര ചരിത്രകാരനുമാണ് അത് എഴുതിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത്ര ബൃഹത്തായ ഒരു കാര്യം ചെയ്യാൻ അസാമാന്യമായ ധൈര്യം വേണം, എളുപ്പമുള്ള പണിയല്ല എന്നാണ്. പിന്നെ കഥമണി ചേച്ചി ചൂണ്ടിക്കാണിച്ച പോലെ ഡോക്ടർ RVG മേനോൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ചരിത്രം എന്നൊരു പുസ്തകം മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒരു സെമസ്റ്റർ പഠിപ്പിക്കേണ്ട വിഷയമാണത്. അപ്പോൾ ഒരു സെമസ്റ്റർ പഠിപ്പിക്കേണ്ട ഈ വിഷയം നമ്മൾ 1 മണിക്കൂർ കൊണ്ട് കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ വിഷമമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. അതിനാൽ ഞാൻ ഏകദേശം ഒരു 45 സ്ലൈഡുകൾ ഉണ്ട്. ചിലതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യും, പക്ഷെ നിങ്ങൾക്ക് അത് തരുന്നുണ്ട്. ഞാൻ നോട്ട്സും തയ്യാറാക്കിയിട്ടുണ്ട്. ആ നോട്ട്സും PPTയും ഒന്നിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ചിലതൊക്കെ ഞാൻ വേഗത്തിൽ ഓടിച്ചു പോകുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡോക്ടർ പ്രസാദ് അലക്സ് സംസാരിച്ച മനുഷ്യ പരിണാമത്തിന്റെയും ഒരു തുടക്കം എന്ന നിലയിൽ വേണമെങ്കിൽ പറയാം, അതിന്റെ തുടർച്ച എന്ന നിലയിൽ നമുക്കതിനെ വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം ഇന്നത്തെ ക്ലാസ്സിനെ. മറ്റൊന്ന്, PU മൈത്രി കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ച സമൂഹത്തിന്റെ മാറ്റങ്ങൾ, പരിണാമത്തിൽ, അതിനെ മറ്റൊരു ആംഗിളിൽ നിന്ന്, മറ്റൊരു വശത്തിൽ നിന്ന് അപ്രോച്ച് ചെയ്യുകയാണ് ഞാൻ ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. പിന്നെ സത്യത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ചരിത്രം എന്നതിന് രസകരമായ ഒരു ടൈറ്റിൽ ഞാൻ വേറെ ആലോചിച്ചിരുന്നു. സ്റ്റോൺ ഏജ് ടു വോയേജർ എന്നാണത്. എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മെയ് മാസത്തിൽ ഇപ്പോൾ 2590 കോടി കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വോയേജർ 1-ൽ നിന്നുള്ള ഡാറ്റ പെട്ടെന്ന് ഒരു മീനിങ്ലെസ് ആയി. നമ്മളതിനെ ഗാർബേജ് എന്ന് പറയുന്നു. ഗാർബേജ് ഡാറ്റ, എല്ലാം ഷഫിളായിട്ട്. എന്തുകൊണ്ടെന്ന് അറിയില്ല. അപ്പോൾ വോയേജർ 1-നെ ട്രാക്ക് കൊണ്ടിരിക്കുന്ന നാസയിലെ സയന്റിസ്റ്റുമാർ ഇത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു എന്താണ് പ്രോബ്ലം എന്ന്. പക്ഷെ അതിന്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ 1977-ൽ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന വളരെയധികം പേർ ജനിക്കുന്നതിന് മുമ്പായിരിക്കും ചിലപ്പോൾ വോയേജർ വിക്ഷേപിച്ചിരുന്നത്. അത് വോയേജർ ഡിസൈൻ ചെയ്തവരും അതിന്റെ ഡോക്യുമെന്റേഷൻ നടത്തിയവരുമായ പലരും ഈ ലോകം തന്നെ വിട്ടുപോയി, പലരും റിട്ടയർ ആയി. അതുകൊണ്ട് പുതിയവർക്ക് ബൃഹത്തായ വളരെയധികം വോളിയംസിലൂടെ തെരഞ്ഞു വേണ്ടി വന്നു എന്താണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കാൻ. അവസാനം അതുവരെ കണ്ടുപിടിച്ചു. ഒരു മെമ്മറി ചിപ്പ് തകരാറായതായിരുന്നു. അപ്പൊ ആ മെമ്മറി ചിപ്പിൽ ഉണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ വേണ്ട ഡാറ്റ വോയേജറിലെ കമ്പ്യൂട്ടറിലെ മറ്റു മെമ്മറികളിലേക്ക് മാറ്റി പ്രശ്നം ആദ്യം സോൾവ് ചെയ്തത് അതിന്റെ ടെലിമെട്രി ആൻഡ് ടെലികമാൻഡ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ്. അതായത് അതിന്റെ എഞ്ചിനീയറിംഗ് ഡാറ്റ എന്ന് പറയും, അത് ശരിയായി. അതിനുശേഷമാണ് പുതിയ സയന്റിഫിക് ഡാറ്റ വീണ്ടും പ്രക്ഷേപിക്കാൻ തുടങ്ങിയത്. ആ അയച്ചുകൊണ്ടിരിക്കുന്ന ഡാറ്റക്ക് വളരെ പ്രത്യേകതയുണ്ട്. കാരണം 2590 കോടി കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ സൂര്യമണ്ഡലത്തിൽ നിന്നും വളരെ പുറത്ത് അന്തർതാരാപഥത്തിലാണ് ഇപ്പോൾ വോയേജർ ഉള്ളത്. അവിടെ പെട്ടെന്നൊരു പ്ലാസ്മ റീജിയനിലൂടെയാണ് അത് കടന്നുപോയത്. മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇടയ്ക്കൊക്കെ. പക്ഷേ ഇപ്രാവശ്യം ആ കടന്നു പോകുന്നത് വളരെയധികം സമയത്തോളം അതിന്റെ പ്ലാസ്മ ഡിറ്റക്ടറും ഒക്കെ ഹൈ മെഷർമെന്റാ കാണിച്ചത്. അതുകൊണ്ട് ശാസ്ത്രലോകം വളരെ ആവേശത്തോടെ നോക്കുകയായിരുന്നു എന്താണ് സംഭവിക്കുന്നത് അത്രയും ദൂരത്തുനിന്ന്. അപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. എന്തായാലും അത് സോൾവ് ചെയ്തു. ലോകത്തിലെ ഏറ്റവും ദൂരം IT റിപ്പയർ സർവീസ് എന്നാണ് എഞ്ചിനീയേഴ്സിനെ ഏറ്റവും ഹാസ്യത്തിലൂടെ പറഞ്ഞത്. സത്യത്തിൽ മനുഷ്യൻ നേടിയ കഴിവ് നോക്കൂ. 2590 കോടി കിലോമീറ്റർ ദൂരെയുള്ള നമുക്ക് കാണാനോ ടെലിസ്കോപ്പിലൂടെ പോലും കാണാൻ പറ്റാത്ത ഒരു ചെറിയ വാഹനത്തിന്റെ ഒരു ചെറിയ മെമ്മറി ചിപ്പ് പോയത് കണ്ടെത്താനും അത് റീപ്ലേസ് ചെയ്യാൻ, അതിനെ കറക്റ്റ് ചെയ്യാനും നമുക്ക് കഴിഞ്ഞു. അപ്പോൾ മനുഷ്യൻ നേടിയ കഴിവ് അപാരം തന്നെയാണ്. ഈ കഴിവിന്റെ തുടക്കം 28 ലക്ഷം മുമ്പുണ്ടായിരിക്കുന്ന ചെറിയ കല്ല് പൊട്ടിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആയുധങ്ങളിലൂടെ അല്ലെങ്കിൽ ഉപകരണങ്ങളിലൂടെ ആയിരുന്നു, ടൂൾസിലൂടെ, സ്റ്റോൺ ഏജ് ടൂൾസ്. ആ സ്റ്റോൺ ഏജ് ടൂൾസ് മുതൽ വോയേജറിൽ എത്തിയിരിക്കുന്ന ഈ ഇന്ന് വരെയുള്ള മനുഷ്യന്റെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളുടെ അത് എന്ത് സംഭവിച്ചു, അതിന് സമൂഹവുമായിട്ട് എന്താണ് ബന്ധം, സമൂഹത്തിലെ മാറ്റങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയെ എന്തെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ, അല്ല ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ ഉണ്ടാകുന്ന മാറ്റം സമൂഹത്തിലെ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സയൻസ് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരു ലഘു ചരിത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്.
ഈ സ്ലൈഡ് നിങ്ങൾ അലക്സ് സാറിന്റെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവും. മനുഷ്യരിലേക്ക് എത്തിച്ചേർന്ന 4 വ്യത്യസ്ത കുടുംബങ്ങളുടെ ചിത്രമാണിത്. ഇതിൽ ആസ്ട്രലോപിത്തിക്കസ് എന്ന ഗ്രൂപ്പിലെ ആസ്ട്രലോപിത്തിക്കസ് ഗാർഹി എന്ന് പറയുന്ന അംഗമായിരിക്കാം ആദ്യമായി ഒരു കല്ല് പൊട്ടിച്ച് ഒരു ഉപകരണം, ഒരു ടൂൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇപ്പോൾ കരുതുന്നത്. അത് ഏകദേശം 28 ലക്ഷം കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഈ അടുത്ത കാലത്തുള്ള പഠനങ്ങൾ അത് 30 ലക്ഷത്തിലേക്ക് കൂടി തള്ളി നീക്കിയിട്ടുണ്ട്. അപ്പോ ആസ്ട്രലോപിത്തിക്കസ് ഗാർഹി ആയിരിക്കാം സാങ്കേതിക വിദ്യ ആദ്യമായി തുടങ്ങിയത്. പിന്നെ രാധാമണി ചേച്ചി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഒരു സംശയം എപ്പോഴും നമുക്ക് തോന്നും, സയൻസ് ആണോ ടെക്നോളജി ആണോ ആദ്യം തുടങ്ങിയതെന്ന്. തീർച്ചയായും ടെക്നോളജിയാണ്. ആ കല്ല് പൊട്ടിച്ച് ആയുധമാക്കിയ നമ്മുടെ പൂർവികർക്ക് ആർക്കും തന്നെ ഇതിന്റെ പിന്നിലുള്ള ശാസ്ത്രമോ മറ്റൊന്നും തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ശാസ്ത്രം എന്ന് നമ്മൾ വിളിക്കുന്ന ഇതിന്റെ ഒരു ഫോം, ഏർലിയസ്റ്റ് ഫോം തന്നെ രൂപീകരിക്കുന്നത് ഗ്രീസിലും പിന്നെ ഇന്ത്യയിലും മറ്റുമാണ്. നമുക്ക് അതിലേക്ക് വരാം. മറ്റൊരു ഗ്രൂപ്പ് ഹോമോ ഗ്രൂപ്പാണ്. നമ്മൾ അടക്കമുള്ള ഗ്രൂപ്പാണ് ഇത്. 7 സബ് ഗ്രൂപ്പുകളുണ്ട്. ഇതിലുള്ള ഹോമോ ഹാബിലിസ് എന്ന് പറഞ്ഞാൽ തന്നെ ഹാൻഡി മാൻ എന്ന അർത്ഥം, സ്കിൽഫുൾ മാൻ. പിന്നെ അയാളാണ് ചില ടൂളുകൾ, ഓൾഡുവായിയൻ ടൂൾസ് എന്ന് പറയുന്ന ഓൾഡുവായി തടവകളിൽ നിന്ന് കിട്ടിയ ടൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് കരുതുന്നത്. പിന്നീട് 18 മുതൽ 2 ലക്ഷം വർഷം വരെ ജീവിച്ചിരുന്ന ഹോമോ ഇറക്ടസ് അഷൂലിയൻ ടൂൾസ് എന്ന് പറയുന്ന കുറച്ചുകൂടി ഗുണമേന്മയുള്ള പിന്നെ ടൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നെന്നും തീ ഉപയോഗിച്ചിരിക്കുന്നു എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് വന്നവർ നിയാണ്ടർതാൽസും ഹോമോസാപ്പിയൻസും ഒക്കെയാണ്. നമ്മളൊക്കെ നിയാണ്ടർതാൽസിന്റെയും സാപ്പിയൻസിന്റെയും ഹോമോസാപ്പിയനിൽ തന്നെ ഉണ്ടായിരുന്ന ഡെനിസോവൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെയും സങ്കര സന്തതികളാണ് എന്നാണ് മനസ്സിലാക്കാൻ നമുക്കിപ്പോൾ കഴിയുന്നത് ശാസ്ത്രത്തിലൂടെ, DNA സ്റ്റഡിയിലൂടെ. അതുകൊണ്ട് വ്യക്തമായും നമ്മൾ ഓർമ്മിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരും ശുദ്ധമായ DNA ഉള്ളവരല്ല. അങ്ങനെ ജാതി മതങ്ങൾ കൊണ്ട് യാതൊരു വിശുദ്ധിയും അവകാശപ്പെടാൻ മനുഷ്യരിലെ ആർക്കും പറ്റില്ല. നമ്മളൊക്കെ തന്നെ ഇവരുടെ ഒരു സങ്കര സന്തതികളാണ്. ലേറ്റസ്റ്റ് സ്റ്റഡി കഴിഞ്ഞ മാസം ഞാൻ വായിച്ചൊരു ഇതാണ്. ഇന്ത്യക്കാരിയായ പ്രിയ മൂർജാനിയും ലിയാനോ ഇസായി എന്ന് പറയുന്ന ഇവരുടെ 2 ഗ്രൂപ്പ്, അമേരിക്കയിലും ജർമ്മനിയിലുള്ള ഗ്രൂപ്പ് DNA സ്റ്റഡീസിലൂടെ മറ്റൊന്നുകൂടി കണ്ടെത്തിയിട്ടുണ്ട്. 47,000 വർഷങ്ങൾക്ക് മുമ്പ് കുറച്ചു കാലം യൂറോപ്പ്, മധ്യ ഏഷ്യ എന്നിവിടങ്ങളിൽ താമസിച്ചിരുന്ന നിയാണ്ടർതാൽസും അക്കാലഘട്ടത്തിൽ ആഫ്രിക്കയിൽ നിന്നും പുറത്തേക്ക് വന്നിരുന്ന ഹോമോസാപ്പിയൻ, നമ്മളും മനുഷ്യരും ഇന്റർബ്രീഡ് ചെയ്യുന്നു, ഇണചേർന്ന് ഏകദേശം 7,000 വർഷത്തോളം ബന്ധം പുലർത്തിയിരുന്നെന്നും അങ്ങനെയാണ് നിയാണ്ടർതാലിന്റെ DNA മനുഷ്യരിലേക്ക് പകർന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, ഹൈലി സയന്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് പ്രിയ മൂർജാനിയുടേതും ലിയാനോ ഇസായിയുടേതും. പിന്നെ ഇനി ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കാലം ഗണിക്കുന്നത് ഡോക്ടർ ബ്രിജേഷിന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഭൂവിജ്ഞാനീയത്തെ ആധാരമാക്കി നമ്മൾ പറഞ്ഞാൽ 46,000 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഉണ്ടായ മുതലുള്ള കാലമാണ്. അതിനെ മഹാകൽപ്പം, കൽപ്പം, മഹായുഗം, യുഗം, കാലഘട്ടം എന്നിങ്ങനെ പറയും. പക്ഷേ സാംസ്കാരികമായി ഉപകരണങ്ങളും ടൂൾസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ പുരാതന ശിലായുഗം, നവീന ശിലായുഗം, വെങ്കലയുഗം, ഇരുമ്പ് യുഗം, പിന്നെ നമുക്ക് എന്ത് യുഗവും ആക്കാം, ആവിയന്ത്ര യുഗം, ആറ്റോമിക യുഗം, ബഹിരാകാശം ഒക്കെ തന്നെ. പക്ഷെ അതാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. മറ്റൊരു കാര്യം, മുമ്പ് നമ്മൾ BC AD എന്നാണ് മിക്കവരും ഉപയോഗിക്കാറ്. ബിഫോർ ക്രിസ്റ്റ്, ഇൻ ദി ഇയർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രിസ്റ്റ് എന്നാണ് ADയുടെ എക്സ്പാൻഷൻ. ഇപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിനോട് ചായ്വ് പുലർത്തുന്നത് കൊണ്ട് കൂടുതൽ ശാസ്ത്രീയമായിട്ട് BCE, ബിഫോർ കോമൺ ഇറ എന്നും ADക്ക് CE, കോമൺ ഇറ എന്നുമാണ് ഉപയോഗിക്കുന്നത്. എന്റെ ടോക്കിൽ ഉടനീളം ഞാൻ BCEയും CEയും ആണ് ഉപയോഗിക്കുന്നത്. എവിടെയെങ്കിലും അബദ്ധത്തിൽ AD എങ്ങാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നില്ല, എങ്കിലും ക്ഷമിക്കണം. മറ്റൊന്ന്, നമ്മൾ എവിടെയാണ് ഇപ്പോൾ? ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ നോക്കിയാൽ നിയോജീൻ പീരീഡിലെ, പ്ലിയോസീൻ എപ്പോക്കിലെ പിയാസെൻസിയൻ ഏജിൽ ആണ് പുരാതന ശിലായുഗം തുടങ്ങുന്നത്. 28 ലക്ഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ്. ഇന്റർനാഷണൽ ക്രോണോസ്റ്റാറ്റിക് ഗ്രാഫ് ചാർട്ട് എന്നാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. ശിലായുഗത്തെ ആദ്യമായി മനുഷ്യപൂർവികർ കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്ന ദീർഘമായ 28 ലക്ഷം മുതൽ 2 ലക്ഷത്തിന് ഇപ്പുറം വരെ, 2 ലക്ഷം അല്ല, 8,000, 10,000 വർഷം വരെ ഉള്ള കാലഘട്ടത്തെ പൊതുവെ 2 ആയിട്ടും ചിലർ 3 ആയിട്ടും ഒക്കെ തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്കിപ്പോൾ തൽക്കാലം 3 ആയിട്ട് ഉപയോഗിക്കാം.
കുറെ ഓവർലാപ്പ് ഉണ്ടാവും. ആദ്യത്തെ പ്രാചീന ശിലായുഗത്തിലെ ഏർലി സ്റ്റോണേജ് ടൂൾസ് ആണ് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. അതിനെ ഓൾഡോവൻ സ്റ്റോൺ ടൂൾസ് എന്ന് പറയും. 26 ലക്ഷത്തിലധികമാണ്. ഒരു കല്ല് മാത്രമാണ്. പക്ഷെ ആ കല്ലിന് പ്രത്യേകതയുണ്ട്. അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ആ കല്ല് ഉപയോഗിച്ചിട്ട് ഇടിക്കലായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ആരായിരിക്കും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക? ആസ്ട്രലോപിത്തിക്കസ് ഗാർഹി. ഈ കല്ലുകൾ അവർ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് എത്തരത്തിലുള്ള കല്ല് ഉപയോഗിക്കണം എന്നുള്ള സ്കിൽ, ആ അറിവ് പരമ്പരാഗതമായി കൈമാറിയിരുന്നു. അങ്ങനെ ആ കല്ല് പൊട്ടിച്ചിട്ടുണ്ടാകുന്ന സ്ക്രാപ്പറാണ് താഴത്തെ ചിത്രത്തിൽ. ഓൾഡ് വൈ ചോപ്പർ എന്നാണ് പേര്. മൃഗങ്ങളുടെ മാംസം അടിച്ചു പറിക്കുന്നതിന് പകരം മുറിച്ചെടുക്കാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവാമെന്നാണ് കരുതുന്നത്. അപ്പോ മനുഷ്യന്റെ ലേബറിന്റെ ഒരു ചെറിയൊരു അംശം മറ്റൊരു ഉപകരണത്തിലേക്ക് മാറ്റുകയാണ് ഇതുവഴി ആസ്ട്രലോപിത്തിക്കസ് ഗാർഹിയോ അല്ലെങ്കിൽ ഈ കല്ല് ഉപകരണങ്ങൾ ഉണ്ടാക്കിയവരോ ചെയ്തത്. കുറെ കഴിഞ്ഞപ്പോൾ കല്ലുളി ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യത്തെ കല്ലിൽ നിന്നും വ്യത്യസ്തമായി പരുക്കനാണെങ്കിൽ കൂടി കല്ല് ചെത്തി രൂപം കൊടുത്ത് ഉളികൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഉള്ളിയിലാണ് ഇതിന് പറയുന്നത്. നമുക്ക് അതിനെ വേണമെങ്കിൽ എന്താണ് ഒരു കല്ല് ഉപകരണം എന്ന് പറയാം. ഉളി, നമ്മുടെ ചിസൽ. ഈ മലയാളത്തിലെ ആശാരിമാർ ഉപയോഗിക്കുന്ന ചിസലിന്റെ രൂപം ഇല്ലാത്തത് കൊണ്ടാണ് ഈ എക്സ്പ്ലനേഷൻ. ഇത് ആരാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക? ഹോമോ ഹാബിലിസ്, ഹാൻഡിമാൻ അല്ലെങ്കിൽ സ്കിൽഡ് മാൻ എന്നറിയപ്പെടുന്ന ഹോമോ ഹാബിലിസോ ചിലപ്പോൾ ഹോമോ ഇറക്ടസ്. അവർക്ക് ഒരു ഓവർലാപ്പിംഗ് പീരീഡ് ഉണ്ട്. ഹോമോ ഹാബിലിസ് 24 ലക്ഷം മുതൽ 16 ലക്ഷം വരെ ജീവിച്ചിരുന്നു, കൊല്ലം വരെ. ഹോമോ ഇറക്ടസ് 20 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയിലാണ് ജീവിച്ചിരുന്നത്. അപ്പൊ ഒരു ഓവർലാപ്പിംഗ് പീരീഡിൽ ചിലപ്പോൾ ഇവരിൽ ആ രണ്ടുപേരും ഉണ്ടാക്കിയിട്ടുണ്ടാകും. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് ഇവരുടെ ഫോസിൽസ് കിട്ടിയ സ്ഥലത്തിനടുത്ത് നിന്ന് ഇത്തരം ഉളികളൊക്കെ കിട്ടിയാൽ ഏത് പൂർവികന്റെ ഫോസിലുകളാണോ കിട്ടിയിരിക്കുന്നത് അതിന് ഇത് അസൈൻ ചെയ്ത് കൊടുക്കും. പക്ഷെ ഇവിടെ കാണാൻ പറ്റുന്ന പ്രത്യേകത സ്റ്റാൻഡർഡൈസേഷൻ തുടങ്ങി. വെറും കിട്ടിയ കല്ലൊരു ടൂളായിട്ട് ഉപയോഗിക്കുമല്ല, അതിനെ ചെത്തി മിനുക്കിയൊക്കെയും അത് അതിനൊരു പ്രോപ്പർ ഒരു വാല്യൂ അഡീഷൻ കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ടൂളുകളാണ് ടെക്നോളജിയുടെ അടിത്തറ പാകിയത്. ഇതിലൂടെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, ദ്രവ്യത്തിന്റെ ഗുണം പഠിക്കാനും കഴിഞ്ഞു. ഫിസിക്സിലെ ഒരു മേജർ ബ്രാഞ്ച് ആണ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഈ ടൂളുകളെ അഷൂലിയൻ ടൂൾസ് എന്ന് പറയും. മിഡിൽ സ്റ്റോൺ ഏജ് എത്തുമ്പോഴേക്ക് അത് ഹോമോ നിയൻഡർതാലൻസിന്റെയോ സമയമാണ്, ഹോമോ ഇറക്ടസിന്റെ ആവാം. അപ്പോഴേക്കും കല്ലുപകരണങ്ങളുടെ ഭംഗി വളരെ ഇതായി. ഒരു പ്രൊജക്ടൈൽ പോയിന്റ് ആണ്. ഒരു കുന്തത്തിന്റെ മുകളിൽ അറ്റത്ത് കെട്ടിവെക്കുന്ന ഒരു ടൂളാണത്. സ്പിയർ പോയിന്റ് ആണ്. ഇത് ചിലപ്പോൾ ഹോമോ ഇറക്ടസ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം, നിയാൻഡർതാലൻസിസ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. തീ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഹോമോ ഇറക്ടസ് ആണ്. ഹോമോ ഇറക്ടസ് ഏകദേശം 79,000 വർഷം മുമ്പുള്ള അടുപ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അടുപ്പിലെ തീയിൽ ചുട്ടെടുത്ത മാംസം ഭക്ഷിക്കുക വഴി കുറച്ച് ഈസിലി ഡൈജസ്റ്റ് ചെയ്യും. മാത്രമല്ല അതിലൂടെ കെമിസ്ട്രിയുടെ ബേസിക് അടിത്തറ പാകുകയായിരിക്കാം ഇവർ ചെയ്തത്. അതോടുകൂടി പൊതുവെ ഗാദറേഴ്സ് ആയിട്ടുള്ള പെറുക്കിത്തിരികളായിരുന്ന ആദ്യം മനുഷ്യന്റെ പൂർവികർ എഫിഷ്യന്റ് ആയിട്ടുള്ള കഴിവുള്ള ഹണ്ടേഴ്സ് ആയിട്ട് വേട്ടയാടുന്നവരായി മാറിക്കഴിഞ്ഞു. അപ്പൊ അവരുടെ ഭക്ഷണത്തിന്റെ നല്ലൊരു ഭാഗം മീറ്റ് ആണ്. പിന്നെ പെറുക്കിത്തീനി സ്വഭാവം ഒരിക്കലും വിട്ടിട്ടില്ല. കുറെ കൂടി കഴിഞ്ഞപ്പോ കല്ല് വളരെ നേരിയ ഇതായിട്ട് ചെത്തിയെടുത്തിട്ടുള്ള മൊനകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അത് പിന്നെ മൃഗങ്ങളുടെ തൊലികളിൽ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കി അതിലൂടെ സ്ട്രാപ്പ് കെട്ടി വസ്ത്രമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവാം, ബാസ്ക്കറ്റ് ആയിട്ടും പിന്നീട് ഉപയോഗിച്ചിട്ടുണ്ടാവാം. പിന്നെ അക്കാലത്ത് കണ്ടെടുത്ത ഒരു വുഡൻ ത്രസ്റ്റിംഗ് സ്പിയർ ആണ് വലതുവശത്ത് കാണിച്ചിരിക്കുന്നത്. സ്റ്റോൺ ഏജിന്റെ അവസാന കാലം 50,000 മുതൽ 50,000, ചില സ്ഥലത്ത് 28,000 മുതൽ 10,000 8,000 വർഷങ്ങൾ വരെ ചിലത്. പിന്നെ കുന്തങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. നല്ല കുന്തമുനകളുണ്ട്. അപ്പൊ വേട്ടയാടൽ കുറെ കൂടി ഈസി. പിന്നെ ബോൺ നീഡിൽസ്, എല്ലുകളിൽ ചെറിയ തുളകൾ ഉണ്ടാക്കി ഉള്ള സൂചികൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ അവിചാരിതമായിട്ട്, അത് എനിക്ക് തുറന്നു നോക്കാൻ സമയം കിട്ടിയിരുന്നില്ല, ഒരു പേപ്പർ കണ്ടിട്ടുണ്ട്. ലേറ്റസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആണ്. കല്ലുകൾ കൊണ്ടുള്ള സൂചികൾ ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വായിക്കാത്തതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പറ്റില്ല. പക്ഷേ കല്ലുകൾ പോലും സൂചികളായി ഉപയോഗിക്കുന്ന ആ കഴിവ് മനുഷ്യൻ വർദ്ധിപ്പിച്ചെടുത്തിരുന്നു. പിന്നെ മറ്റൊന്ന് ബുറിൻ എന്ന് പറയുന്ന മൊനയുള്ള പെക്യൂലിയർ കല്ലുകളാണ്. വലിയ മൃഗങ്ങളുടെ, വേട്ടയാടി കിട്ടിയ മൃഗങ്ങളുടെ എല്ലുകളിൽ കൊത്തുപണികൾ ചെയ്യാനാണ് ബുറിൻ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഓൾഡ് സ്റ്റോൺ ഏജ്, പുരാതന ശിലായുഗത്തിന്റെ അവസാന കാലമാകുമ്പോഴേക്കും മനുഷ്യൻ അവരുടെ കല്ലായുധങ്ങളും എല്ലുകൊണ്ടുള്ള ചെറിയ ആയുധങ്ങളും മറ്റും ഉപയോഗിക്കാൻ തുടങ്ങി.
മനുഷ്യർ ഹോമോസാപ്പിയൻസ് ലോകമാകെ എന്ന് പറഞ്ഞാൽ യൂറോപ്പ്, ഏഷ്യ, ചിലപ്പോൾ ആസ്ട്രേലിയയിൽ എത്തിയിട്ടുണ്ടാവാം, എത്തിച്ചേർന്നു. ഡെനിസോവൻസും നിയാണ്ടർതാലൻസിസുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഈ കാലത്താണ് ഗുഹാ പെയിന്റിങ്ങുകൾ, ഗുഹാ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഫ്രാൻസിലും മറ്റുമുള്ള ഗുഹാ ചിത്രങ്ങളും ഈ ഭാഗത്താണ്. ഭാഷ ചിലപ്പോൾ വികസിച്ചിട്ടുണ്ടാവാമെന്ന് കരുതുന്നു. ഭാഷയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ ഭാഷയുണ്ടാക്കുന്ന സൗണ്ട് ബോക്സ് മാംസളമായതിനാൽ ഫോസലുകളിലൊന്നും ബാക്കിയാവില്ല. അതുകൊണ്ട് മനസ്സിലാക്കാൻ കുറേയേറെ വിഷമമാണ്. കൽമുഴ നിർമ്മിക്കുന്ന രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ആ ചിത്രത്തിന് പെട്ടെന്ന് മനസ്സിലാവും. എന്തായാലും സ്ലൈഡുകൾ എല്ലാവർക്കും തരുന്നുണ്ട്. വളരെ മനോഹരമായ കല്ലായുധം ഇത്തരത്തിലാണ് ഉണ്ടാക്കിയിരുന്നത്. പാലിയോളിത്തിക് സ്റ്റേജ്, പ്രാചീന ശിലായുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ഗുഹാചിത്രങ്ങൾ, ഫ്രാൻസിലെ ലാസോക്സ് കേവുകളിൽ നിന്നുള്ള ചിത്രങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവർ ചിത്രം വരച്ചു? അവരിൽ ഒരു വലിയ കലാബോധം ഉണ്ടായിരുന്നുവോ എന്നുള്ള ചോദ്യത്തിന് സത്യത്തിൽ നമുക്ക് ഉത്തരമില്ല. പക്ഷെ അതിനെക്കുറിച്ച് ജെ.ഡി. ബെർണാഡ് പറയുന്നത് എന്താ വെച്ചാൽ, ഗുഹാചിത്രങ്ങൾക്ക് സാംസ്കാരികവും വിശ്വാസപരവുമായ ചില വശങ്ങൾ ഉണ്ടായിരിക്കാം. അത് ജെ.ഡി. ബെർണാഡ് പറഞ്ഞതല്ല, ഞാൻ ചേർത്തയാണ്. അതോടൊപ്പം അവർ മനുഷ്യൻ കാണുന്ന, നിരീക്ഷിക്കുന്ന ദൃശ്യങ്ങളുടെ ചിത്രീകരണവുമായിരുന്നു. നമ്മൾ കാണുന്നതാണ് നമ്മൾ ചിത്രീകരിക്കുക. പക്ഷെ ഇതിനെക്കുറിച്ച് ബെർണാഡ് കുറച്ചുകൂടി വ്യക്തമാക്കുന്നുണ്ട്. ആദ്യകാലത്ത് അടിയന്തര പ്രാധാന്യമുള്ളത് പ്രകൃതിയെ നിരീക്ഷിക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന അറിവാണ്. വെറും പ്രകൃതിയായിരുന്നില്ല, മറിച്ച് മനുഷ്യന്റെ അടിയന്തര ആവശ്യങ്ങൾക്കായുള്ള ഭക്ഷണത്തിനായുള്ള അറിവായിരുന്നു. ആ അറിവാണ് ലസാക്സിലും മറ്റുമുള്ള ഗുഹാചിത്രങ്ങളിൽ വരച്ചു കാട്ടിയത്. ഇത് ഹണ്ടിങ്ങിനെ കുറിച്ചാവാം. ഹണ്ടിങ്ങിൽ പ്രാഗൽഭ്യം നേടിയ സമർത്ഥര ഹീറോസ് ആയിട്ട് ചിലപ്പോൾ അവർക്ക് പ്രത്യേക സ്ഥാനമുണ്ടായിരിക്കാം, അവരുടെ ചിത്രങ്ങളായിരിക്കാം. പിന്നെ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ എവിടെ കുന്തമെറിഞ്ഞാൽ പെട്ടെന്ന് മരിക്കും എന്നുള്ള സൂചനകളും ഈ ചിത്രങ്ങളിലൊക്കെ ഉണ്ട്. ഇങ്ങനെ 28 ലക്ഷം മുതൽ ഏകദേശം 10,000 അല്ലെങ്കിൽ 8,000, ചില സ്ഥലത്ത് 8,000 സ്ഥലത്ത് കൃഷി തുടങ്ങുന്നതിന് മുമ്പ് പുരാതന ശിലായുഗവും അവസാനിച്ചു. എന്താണ് പുരാതന ശിലായുഗം അവസാനിച്ചപ്പോൾ മനുഷ്യന് കിട്ടിയ നേട്ടങ്ങൾ എന്താ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ലെഗസി? ഒന്ന്, നമ്മൾ അതിന് ഫിസിക്സും മെക്കാനിക്സും ഒന്നും പറയില്ലെങ്കിൽ കൂടി അതിന്റെ ബേസിക്സ് അവർക്ക് മനസ്സിലായിരുന്നു. ഒരു കുന്തം ഒരു മൃഗത്തെ കൊല്ലണമെങ്കിൽ കുന്തം എത്ര ദൂരയിൽ നിന്ന്, എന്ത് ആംഗിളിൽ, എത്ര ത്രസ്റ്റോട് കൂടി എറിയണം എന്നുള്ളത് അവർക്ക് അറിയാം. അവരതിനെ ഒരു പേരുമില്ല, സയൻസ് ഒന്നും അല്ലാതെ അവരുടെ അറിവാണ്. പിന്നെ തീയുടെ ഉപയോഗത്തിലൂടെയും മാംസം കുക്ക് ചെയ്ത് ഉപയോഗിക്കുന്നതിലൂടെയും കെമിസ്ട്രിയുടെ ബേസിക്സ് അവർ മനസ്സിലാക്കിയിരിക്കും. ഒന്നുമില്ലെങ്കിൽ തീയിൽ ചുട്ടെടുത്ത മാംസം കൂടുതൽ മൃദുലമാണെന്നും കൂടുതൽ വേഗത്തിൽ ദഹിക്കുമെന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചുറ്റുമുള്ള മൃഗങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ നിരീക്ഷിക്കുക വഴി അവർ ബയോളജിയുടെ ആദ്യ ബേസിക്സാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പലപ്പോഴും അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ, ശാരീരികമായിട്ട് വയറ്റിലോ മാംസം കൂടുതൽ ഭക്ഷിച്ചതോ വന്നാൽ ഏത് ചെടി പറിച്ച് തിന്നണം എന്നൊക്കെയുള്ള അറിവ് അവർക്കുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഇപ്പൊ ചിമ്പാൻസീസ്, ഗോറില്ലാസും ഇത്തരത്തിൽ ചില പ്രത്യേക ചെടികൾ ഭക്ഷിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ളൊരു നല്ലൊരു സ്റ്റഡി വന്നിട്ടുണ്ട്, ഒരു പേപ്പറും പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ ഇവർ ഈ ഗോറില്ല ചിമ്പാൻസിയൊക്കെ തിന്നുന്ന ചെടികളുടെ ഇലയുടെ കെമിക്കൽ കോമ്പിനേഷൻ എന്താണെന്ന് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കിയിട്ട് അത് വയറ്റിൽ വല്ല ഇൻഫെക്ഷനൊക്കെ, ചെറിയ ഡിസോർഡർ ഒക്കെ വന്നാൽ അതിന് വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സോഷ്യൽ നോളജ് ഉണ്ട്, ലാംഗ്വേജ് ഉണ്ടായിരിക്കാം, തീർച്ചയായും കലയിലൂടെ അത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഫോർമൽ എഡ്യൂക്കേഷൻ, നമ്മൾ സ്കൂളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുന്നില്ലേ, അതുപോലത്തെ ഫോർമൽ എഡ്യൂക്കേഷൻ ഇനീഷ്യേഷൻ സെറിമണികളിലൂടെ, വേട്ടയാടാൻ പോകുമ്പോൾ പ്രായപൂർത്തി കഴിഞ്ഞ ആൺകുട്ടികളെ ചിലപ്പോൾ ഇനീഷ്യേഷൻ സെറിമണിയിലൂടെ കടത്തിവിട്ടിട്ടാണ് ഈ വേട്ടക്കൊക്കെ അനുവദിക്കുന്നത്. അങ്ങനെയുള്ള അതിലൂടെ ഒരു തരം എഡ്യൂക്കേഷൻ, അതിന്റെ ക്രൂഡ് ഫോമും ഉണ്ടായിരുന്നു. സൊസൈറ്റിയിൽ വർഗ വിഭജനം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇതിനെ പ്രാങ് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി എന്ന് പറയും, പ്രീ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി. എന്താന്ന് വെച്ചാൽ അവിടെ നമ്മുടെ കൺസെപ്റ്റിലുള്ള കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിൽ ആരും തമ്മിൽ അന്തരങ്ങൾ പാടില്ല. ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ് എന്നാണ് മാർക്സ് അതിനെ ഡിഫൈൻ ചെയ്തത്, കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിനെ. നമ്മൾ അതിന്റെ മറ്റൊരു പുരാതന ഒരു രൂപം, അവിടെ എല്ലാവരും അധ്വാനിക്കണം എങ്കിലേ ഭക്ഷണം കിട്ടും. പക്ഷേ ഭക്ഷണം തുല്യമായി വിഭജിച്ചിട്ടുണ്ടാവും. കാരണം ഏബിൾ ബോഡീഡ് ആയിട്ടുള്ള എല്ലാവരുടെയും സഹകരണത്തോടെ മാത്രമേ ബിഗ് ഗെയിം ഹണ്ടിങ് നടക്കൂ. വലിയ മൃഗങ്ങളെ വേട്ടയാടാൻ, മാമോത്തുകളെ,
കുതിരകളെയൊക്കെ വേട്ടാടാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഭക്ഷണം കൃത്യമായി വിഭജിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുക. ഇതിനുള്ള ചില തെളിവുകൾ ആഫ്രിക്ക, ഓസ്ട്രേലിയ, ആർട്ടിക്കിലുള്ളവർ, അന്തമാൻ ഐലൻഡിലൊക്കെയുള്ള ചില ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ ഇപ്പോഴും മോറോർലെസ് ഇത്തരത്തിലുള്ള ഒരു സ്വഭാവങ്ങളുണ്ട്. അന്തമാൻ ഐലൻഡിലുള്ള വോങ്കെ, ജറാവ, സെന്റിനീസ് തുടങ്ങിയവരൊക്കെ. പക്ഷേ ഈ ഈ പറഞ്ഞവരെ ആഫ്രിക്ക, ഓസ്ട്രേലിയ, ആർട്ടിക്, അന്തമാനിലെ ഒക്കെ അവരെ കുറിച്ച് വേറൊരു ചർച്ചയും നടക്കുന്നുണ്ട്. അവർ ശരിക്കും പാലിയോളിത്തിക് പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരാണോ, അവരങ്ങനെ നിന്നു പോയതാണോ അവിടെ, അതേസമയം നമ്മൾ മുന്നേറി ബഹിരാകാശ യുഗത്തിൽ എത്തിയതാണോ, അല്ല അവർ നിയോളിത്തിക് ഏജിലൊക്കെ വന്ന ശേഷം സ്ഥിതിഗതികളുടെ സർക്കംസ്റ്റൻസസിന്റെ പ്രഷർ കൊണ്ട് വീണ്ടും പാലിയോളിത്തിക്കിലേക്ക് മടങ്ങി പോകേണ്ടി വന്നവരാണോ എന്നുള്ള ചർച്ച സോഷ്യോളജിസ്റ്റുകളുടെ ഇടയിലൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രാചീന ശിലായുഗത്തിന്റെ ഒരു ദ്രുതഗതിയിലുള്ള ഒരു ഓട്ടം. പക്ഷേ എന്തുകൊണ്ട് ഇവർ നിയോളിത്തിക് സൊസൈറ്റിക്ക് എന്താണ് നിയോളിത്തിക് സൊസൈറ്റി നവീന ശിലായുഗത്തിലേക്ക് പോയി? ഒരു പ്രധാന കാരണം ബിഗ് ഗെയിം ഹണ്ടിങ് ആയിരുന്നല്ലോ. വലിയ മൃഗങ്ങളായിരുന്നു അവരുടെ ഭക്ഷണം. അപ്പോ അതിന്റെ സ്കേഴ്സിറ്റി അത് പല കാരണങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ടാവാം. ഒന്നിക്കിൽ കൊന്നൊടുക്കിയത് കൊണ്ട്. എന്തായാലും പുരാതന മനുഷ്യൻ ആധുനിക മനുഷ്യന്റെ അത്ര ഭീകരനല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമേരിക്കയിലൊക്കെ അവിടുത്തെ എന്താണ് വൈൽഡ് ഓക്സുകളെയൊക്കെ കൊന്നതിന്റെയൊക്കെ കഥ നമുക്കറിയാം. പക്ഷേ എങ്കിലും ഭക്ഷണത്തിനായി കൊന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മൃഗങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങിപ്പോയിരിക്കാം, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാവാം, ഐസ് ഏജ് കൊണ്ടാവാം, ഡെസേർട്ടിഫിക്കേഷൻ കൊണ്ടാവാം. ഇങ്ങനെയുള്ള ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ മൃഗങ്ങളുടെ എണ്ണം കുറയുമ്പോൾ പട്ടിണിയാകും. അപ്പോഴായിരിക്കാം ഇതിൽ കൃഷിയിലെ പ്രാക് രൂപങ്ങളിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ തിരിഞ്ഞത്. അതായിരിക്കാം എന്നാണ് കരുതുന്നത്. ദിസ് മൈറ്റ് ഹാവ് ഫോഴ്സ്ഡ് ആൻഷ്യന്റ് ഹ്യൂമൻസ് ടു സ്വിച്ച് ടു മോർ അഷ്വേർഡ് ഫുഡ് റിസോഴ്സ്. കൃഷി തീർച്ചയായും ഫുഡ് അഷ്വർ ചെയ്യുന്നുണ്ട്. മൃഗങ്ങളുടെ മാതിരി ഓടിപ്പോവില്ല. നെല്ലും ഗോതമ്പും നട്ടു കഴിഞ്ഞാൽ അവർ ഓടിപ്പോവില്ല. അങ്ങനെ കൾട്ടിവേഷനും അതോടൊപ്പം അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഡൊമസ്റ്റിക്കേഷൻ, മൃഗപരിപാലനവും, ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മൃഗങ്ങളെ വീട്ടിൽ വളർത്തുന്ന രീതി, ഇതുമായിരിക്കാം ഗാദറിംഗ് ആൻഡ് ഹണ്ടിങ് മനുഷ്യനെ പുതിയ നവീന ശിലായുഗത്തിലേക്ക് മാറാൻ പ്രേരിപ്പിച്ചത്. നവീന ശിലായുഗം അന്നത്തെ കൃഷി എന്നു പറഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചർ അല്ല, കോ കൾട്ടിവേഷൻ എന്നാണ് പറയാ. വളരെ പുരാതനമായ കല്ലായുധങ്ങൾ കൊണ്ട് ഫെർട്ടൈലായിരിക്കുന്ന നദീതടങ്ങളിൽ കുറച്ചു ഭാഗത്ത് ചിള്ളി കൃഷി ചെയ്യുക, അവിടുന്ന് കിട്ടുന്ന ധാന്യങ്ങൾ ശേഖരിക്കുക. ഇത് ചിലപ്പോൾ പ്രകൃതിയിൽ നിന്ന് തന്നെ കണ്ടിട്ട് ശേഖരിക്കാൻ പഠിച്ചതായിരിക്കാം. അതൊക്കെയാണ് ആദ്യകാലത്തെ കൃഷി. എങ്കിലും പിന്നീട് കൃഷി വിപുലമായപ്പോൾ അത് വളരെ വ്യാപകമായി വിപുലമായ ഭാഗമാണ് ദ ഫെർട്ടൈൽ ക്രസന്റ്, ഫലഭൂയിഷ്ടമായ ചന്ദ്രക്കല എന്ന് പറയുന്ന ലോവർ ഈജിപ്ത് മുതൽ ഫിനീഷ്യയും അസിറിയയും, ഇന്നത്തെ ജൂഡിയ, ഇസ്രയേൽ, ജോർഡാൻ, ഇറാഖിന്റെ ഭാഗങ്ങൾ, അങ്ങനെ മെസപ്പൊട്ടോമിയ മുതൽ പേർഷ്യൻ ഗൾഫ് വരെ എത്തിയിരിക്കുന്ന ഈ ക്രസന്റ്. പിന്നെ അതോടൊപ്പം അവർ ഹണ്ടിങ്ങും ഗാദറിങ്ങും നടത്തിയിട്ടും ഉണ്ടാവാം. ചില സ്ഥലത്ത് BC 11,000-ലും ചില സ്ഥലത്ത് 8,000-ലും ഒക്കെയാണ് കൃഷി തുടങ്ങിയത്. പിന്നെ ഇതിനെ ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെ പോപ്പുലർ ആയ ഒരു ബുക്ക് ഉണ്ട്, സാപ്പിയൻസ്. ഹരാരിയാണ് അതിന്റെ ഇത്. ഹരാരിയെ കുറിച്ച് വളരെയധികം ക്രിറ്റിസിസം ഈയിടെയായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ശാസ്ത്രം അറിയാതെ ശാസ്ത്രത്തെ കൊട്ടിഘോഷിക്കുന്ന ഒരാൾ, ഷോമാൻ, എന്ത് ചോദിച്ചാലും അറിവുള്ള ഒരാൾ, അങ്ങനെയൊക്കെയാണ് ഒരുപാട് ക്രിറ്റിസിസം. എനിഹൗ, സാപ്പിയൻസിൽ ഹരാരിയുടെ ഒരു പ്രയോഗമുണ്ട്, കൃഷി മനുഷ്യന്റെ വലിയ വീഴ്ചയായിരുന്നു, ദ ഫോൾ ഓഫ് മാൻ എന്നാണ്. നമ്മൾ തിരിച്ചാണ് കാണുന്നത്. നമ്മൾ അപ്പോൾ അധ്വാനിയായ ഒരു മനുഷ്യനെയാണ് അവിടെ കണ്ടെത്തുന്നത്. നോക്കണം, അധ്വാനമാണ് സമ്പത്ത്. ഈ അധ്വാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ ബഹിരാകാശ യുഗത്തിൽ എത്തുമായിരുന്നില്ല. അപ്പോ ഇത് ഫോൾ ഓഫ് മാൻ എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം എന്താ വെച്ചാൽ, മുമ്പ് മൃഗങ്ങളെ വേട്ടയാടി സന്തോഷവാനായി ആർത്ത് വിളിച്ച് ഓടി നടന്ന മനുഷ്യൻ ഇപ്പോൾ കൃഷി എവിടെയാണോ അവിടെ തളച്ചിടപ്പെട്ടു. പണ്ടത്തെ എക്സൈറ്റ്മെന്റ് എല്ലാം പോയി എന്നുള്ളതാണ്. ഒരുതരം മടിയനായിട്ടോ അർദ്ധ മനസ്സോടെയൊക്കെയാണ് കൃഷി ചെയ്തിരുന്ന തരത്തിൽ ആ ആറ്റിറ്റ്യൂഡിലേക്ക് വന്നു എന്നാണ് ഹരാരിയുടെ വാദം. പക്ഷേ പലപ്പോഴും ഇങ്ങനെ ആർത്ത് വിളിച്ച് ഓടി നടന്ന് കുന്തൊക്കെ എടുത്തു പോയാൽ ഒരു മൃഗത്തെയും കിട്ടിയില്ലെന്ന് വരും. 1 2 ചിലപ്പോൾ ആഴ്ചകളോ. അപ്പം
കുഞ്ഞു കുട്ടികൾ അടക്കം എല്ലാവരും പിന്നെ പട്ടിണിയിലാണ്. അതും ആലോചിച്ച് നോക്കണം. അപ്പോ വെദർ ഇറ്റ് വാസ് എ ഫോൾ ഓഫ് എ മാൻ ഓർ ദ ക്ലൈംബിംഗ് ഓഫ് എ മാൻ എന്നുള്ളത് തീർച്ചയായും ഡിബേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഈ നവീന ശിലായുഗത്തിലെത്തി കൃഷി തുടങ്ങിയതോടെ കുറെ മാറ്റങ്ങൾ വന്നു. ബാസ്ക്കറ്റുകൾ, മണ്ണ് പലതുകൊണ്ട് മെടഞ്ഞ ബാസ്ക്കറ്റുകൾ, പുറത്ത് മണ്ണൊക്കെ തേച്ചിട്ടുള്ളത്, പിന്നെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. ചിലപ്പോൾ ഇതൊക്കെ പിന്നെ ബാർലി, ഗോതമ്പ്, ചോളമൊക്കെ ആയിരുന്നു കൃഷി. അതൊക്കെ കൃഷി ചെയ്തെടുത്ത് അതിന്റെ ധാന്യങ്ങൾ മാറ്റിയ ശേഷമുള്ള പുല്ല്, വൈക്കോല് വലിച്ചെറിഞ്ഞത് ചിലപ്പോൾ തിന്നാനായി മൃഗങ്ങൾ എത്തിയിട്ടുണ്ടാവും. മെല്ലെ മെല്ലെ അവയെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു, മെരുക്കിയെടുത്തു. അങ്ങനെ മെരുക്കിയെടുക്കപ്പെട്ട മൃഗങ്ങളിൽ നിന്ന് മാംസം കിട്ടാൻ തുടങ്ങി. ഇനിയിപ്പോ പട്ടിണി കിടക്കേണ്ട എന്നുള്ള കാര്യം കുറേ തീരുമാനമായി. മാംസം നഷ്ടപ്പെടുന്നില്ല. അതോടൊപ്പം ധാന്യവും മറ്റും നമ്മുടെ ഭക്ഷണത്തിലേക്ക് വന്നു. അതോടുകൂടി ഇവർക്ക് ഒരിക്കലും ഹോ കൾച്ചറിൽ അവർ നീങ്ങി പോകാറുണ്ട്. ഷിഫ്റ്റ് കൾച്ചർ തന്നെയാണ്. പക്ഷെ എങ്കിൽ കൂടി കൃഷി ചെയ്യേണ്ട കാലത്ത് നദികളിൽ വെള്ളപ്പൊക്കത്തിന് ശേഷം എക്കൽ, നല്ല ഫലഭൂയിഷ്ടമായ മണ്ണ് നദീതടങ്ങളിൽ അക്യൂമുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെ താമസിക്കണം. അപ്പൊ അതിനായി ചെറിയ കുടിലുകൾ, ഹട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതിന്റെ ചിത്രമാണ് മേലെ. ഇപ്പോഴും ആഫ്രിക്കയിൽ ഹോ കൾച്ചർ നടത്തുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണ് ബർണാലിന്റെ ബുക്കിൽ നിന്ന് എടുത്തതാണ്. എന്താണ് അഗ്രികൾച്ചറിന് നവീന ശിലായുഗത്തിലെ ജനങ്ങളുടെ മേലെ ഉണ്ടായിരുന്ന ഇമ്പാക്ട്? ഏറ്റവും പ്രധാനം, അഗ്രികൾച്ചർ സ്ത്രീകളുടെ തൊഴിലായിരുന്നു, ആണുങ്ങളുടെ തൊഴിലായിരുന്നില്ല. ഇതൊരു അസംഷനാണ്. അതിന് കുറെ തെളിവൊക്കെ പറയുന്നുണ്ട്, എങ്കിലും ഒരു ഊഹമാണ്. പിന്നെ ഈ ക്രോപ്സ് പിന്നെ കൃഷി ചെയ്യുക വഴി അതൊരു കോഴ്സ് ചേഞ്ചിങ് ആയി, അവരുടെ ഗതി തന്നെ മാറ്റി. കാരണം അത് ഫുഡ് കൊടുക്കുക മാത്രമല്ല, സ്കേഴ്സ് ടൈമിൽ സൂക്ഷിച്ചു വെച്ച ധാന്യം ഉപയോഗിക്കാൻ മാത്രമല്ല, ഡൊമസ്റ്റിക് അനിമൽസിന്റെ ഫോഡർ കൂടി കൊടുക്കാൻ തുടങ്ങി. ഈ ഹോ എന്ന് പറയുന്നത് ആദ്യകാലത്ത് ആസ്ട്രലോപിത്തിക്കസും ഹോമോ ഇറക്ടസിന്റെ ഒക്കെ കാലത്ത് അവരുടെ ഗ്രൂപ്പിലുള്ള സ്ത്രീകൾ ഒരു ഡിഗിങ് സ്റ്റിക്ക് ഉപയോഗിച്ച് വേരുകൾ, കിഴങ്ങുകളൊക്കെ കുഴിച്ചെടുക്കുമായിരുന്നു. ആ ഡിഗിങ് സ്റ്റിക്കിന്റെ ഒരു ചെറിയ വകഭേദം, ഇംപ്രൂവ്മെന്റ് ആണ് ഈ ഹോ എന്നാണ് അനുമാനം. അതുകൊണ്ടാണ് അഗ്രികൾച്ചർ, ഈ വേരുകൾ കിളച്ചെടുക്കുന്ന സ്ത്രീകൾ ക്രമേണ അഗ്രികൾച്ചറിലേക്ക് മാറിയെന്ന് ഉള്ള അനുമാനം. പിന്നെ ഗ്രോയിങ് ഗ്രെയിൻസ്, ഈ ധാന്യങ്ങൾ വീണ്ടും കൃഷി ചെയ്യുന്നത് ചിലപ്പോൾ ഒരു റിച്വലിസ്റ്റിക് സാക്രിഫൈസ് ആയിരിക്കാം. കാരണം ഈ ധാന്യങ്ങളിൽ കുറച്ച് ഇത് പ്രകൃതിക്ക് തിരിച്ചു കൊടുക്കുന്നു, അങ്ങ് വലിച്ചെറിയുന്നു, എല്ലാം നമ്മൾ തിന്നരുത് എന്നുള്ള മട്ടില്. അപ്പൊ അതിൽ നിന്ന് വീണ്ടും അത് വളർന്നു വരും. അപ്പൊ ഒരു റിച്വലിസ്റ്റിക് സാക്രിഫൈസ് ആയിട്ടുണ്ടാവാം എന്നും അനുമാനമുണ്ട്. ഈ മൃഗങ്ങളെ വളർത്തിയെടുക്കുന്നത് പുതുതല്ല. ഹണ്ടിങ്ങിന്റെ സമയത്ത് തന്നെ നായ മനുഷ്യന്റെ സഹചാരി ആയിരുന്നു എന്ന് അനുമാനിക്കപ്പെടുന്നുണ്ട്. ചില തെളിവുകളും ഉണ്ട്. പിന്നെ പക്ഷേ ഇങ്ങനെ എറിഞ്ഞ ഈ വൈക്കോലുകളൊക്കെ തന്നെ ഗ്രാസ് ഈറ്റിംഗ് അനിമൽസിനെ അട്രാക്ട് ചെയ്യുകയും അവ ക്രമേണ ഇവരുടെ കൂടെ ജീവിക്കാൻ തുടങ്ങി. പിന്നെ പുല്ല് വെട്ടാൻ അന്ന് അവർ ഉപയോഗിച്ചിരുന്ന ചില സിക്കിൾസ് കണ്ടെടുത്തിട്ടുണ്ട്. അതായത് പിന്നെ കത്തി. ആ സിക്കിൾസ് എവിടെ നിന്ന് ഈ സിക്കിൾസിന്റെ ഐഡിയ അവർക്ക് കിട്ടി? വളഞ്ഞ സിക്കിൾസിന്റെ ഐഡിയ എവിടെ നിന്ന് കിട്ടി? എന്തുകൊണ്ട് അതൊരു നേരെയുള്ള സിക്കിൾ ആയിരുന്നില്ല എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ അത് ആടിന്റെയോ അല്ലെങ്കിൽ നായയുടെയോ ഒക്കെ വായയുടെ രൂപത്തിൽ നിന്ന് ഊഹിച്ചെടുത്തതാവാം എന്നും ഒരു അനുമാനമുണ്ട്. അതൊക്കെ ചെറിയ അനുമാനങ്ങളും ഇതൊക്കെയാണ്. അഗ്രികൾച്ചർ, പക്ഷെ ഏറ്റവും പ്രധാനം, ഹണ്ടിങ് വന്നതോടുകൂടി ആൺകുട്ടികൾക്ക് പ്രാധാന്യം. പെൺകുട്ടികൾ ഹണ്ടിങ്ങിന് പോയതായിട്ട് നമുക്ക് വലിയ തെളിവൊന്നുമില്ല. ഒരുപാട് പിന്നെ വുമൻസ് എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു അസൽ ബ്യൂട്ടിഫുൾ ബുക്ക് ഉണ്ട്. അതിലൊന്നും തന്നെ പെൺകുട്ടികൾ ഹണ്ടിങ്ങിന് പോയതായി ഈ കാലത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ആൺകുട്ടികളും പുരുഷന്മാരുമാണ് പോവാറ്. അഗ്രികൾച്ചർ വന്നതോടുകൂടി സ്ത്രീകളുടെ സ്റ്റാറ്റസ് വീണ്ടും മാറി. ഇറ്റ് ഹാൾട്ടഡ് ആൻഡ് റിവേഴ്സ് ദ പെട്രിലിനിയർ ഡിസെന്റ്. ആൺകുട്ടികൾക്ക് അമിത പ്രാധാന്യം പെട്രിലിനിയർ ഡിസെന്റ് പകരം അത് മെട്രിലിനിയറിലേക്ക് മാറി എന്നാണ് അനുമാനം. അഗ്രികൾച്ചർ വരുന്നതോടുകൂടി വലിയ സാധ്യതകളാണ് തുറന്നു കിട്ടിയത്. കാരണം എല്ലാവരും എപ്പോഴും അധ്വാനിക്കേണ്ട എന്നുള്ള ഒരു നില വന്നു. ഇതൊക്കെയാണ് അഗ്രികൾച്ചറിന്റെ ഇമ്പാക്ട്. അഗ്രികൾച്ചർ കൂടി വികസിച്ചതോടുകൂടി നദീതട സംസ്കാരങ്ങൾ ഉയർന്നു വന്നു. ഈജിപ്തിലെ നൈലിനും ഇന്നത്തെ ഇറാഖ്, അന്നത്തെ മെസപ്പൊട്ടോമിയയിലെ യൂഫ്രട്ടീസും ടൈഗ്രീസിന്റെ കരയിലും സിന്ധു നദിയുടെ തീരത്തും ചൈനയെ ഹൊയാങ്ഹോയുടെ തീരത്തൊക്കെ നദീതട സംസ്കാരങ്ങൾ ഉയർന്നു വന്നു. പിന്നെ കൾട്ടിവേഷൻ റിവറിന്റെ നദീതടങ്ങളിലായിരുന്നു.
ഫ്ലഡ് വന്നാൽ കൃഷി നശിച്ചു പോവാതിരിക്കാൻ വലിയ ബണ്ടുകൾ കെട്ടണം. അതുപോലെ മഴയില്ലാത്ത സമയങ്ങളിൽ വെള്ളം പൊക്കിക്കൊണ്ടുവന്ന് കൃഷി സ്ഥലങ്ങളിൽ ഒഴിക്കണം. ഇതിനൊക്കെ ധാരാളം ആൾക്കാർ വേണം. ഒന്നോ രണ്ടോ പേരോ ഒരു ചെറിയ ഫാമിലിക്കോ പറ്റുന്നതല്ല. അങ്ങനെയാണ് ലാർജ് നമ്പർ ഓഫ് ആൾക്കാരുടെ ക്ലസ്റ്ററുകൾ ചേർന്ന് വില്ലേജുകളും വില്ലേജുകളുടെ ഗ്രൂപ്പുകൾ ചേർന്ന് റിവർ വാലി സിവിലൈസേഷനിലെ ചെറിയ പട്ടണങ്ങളുമായത്. റിവർ വാലി സിവിലൈസേഷനിൽ അവർ ബ്രോൺസ്, വെങ്കലം ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് ചെമ്പും ഈയവും കണ്ടെടുക്കണം, കറുത്തീയവും. അത് ഉരുക്കി ചേർത്ത് ബ്രോൺസ് ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ അവർ പഠിച്ചിരുന്നു. അങ്ങനെയാണ് മെറ്റലർജി തുടങ്ങിയത്, ലോഹകർമ്മം. ലോഹകർമ്മം നടക്കുന്നത് വില്ലേജുകളിലാണ്, അല്ലെങ്കിൽ ചെറിയ പട്ടണങ്ങൾ. ചെറിയ പട്ടണം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറിയ പട്ടണങ്ങളാണ് കേട്ടോ. പട്ടണം എന്ന പേര് കൊണ്ട് വലുതാണെന്ന് ധരിക്കരുത്. സിന്ധു നദിയുടെ മോഹൻജദാരോവിന്റെ ഏരിയ 620 ഏക്കർ എന്നാണ് പറഞ്ഞത്. 620 ഏക്കറിൽ 40,000 പേരോളം ജീവിച്ചിരുന്നു എന്നാണ് അനുമാനിക്കുന്നത്. അത് കുറച്ച് കൂടിയൊരു എണ്ണമായിരിക്കാം. എങ്കിലും 620 ഏക്കർ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു നഗരമല്ല. ഇത്തരം വില്ലേജുകളിലാണ് ജനങ്ങൾ ജീവിച്ചിരുന്നത്. പക്ഷേ അവർ ജീവിച്ചെടുക്കുക ലോഹം കിട്ടില്ല, ഈയവും കോപ്പറും കിട്ടില്ല. അത് കണ്ടെടുക്കാനായി കാടുകളിലേക്ക് ദൂരെ പോകണം, ദൂരെ ചുമന്ന് കൊണ്ടുവരണം അതിന്റെ അയിര്. അപ്പൊ അതിനായി ക്രമേണ ചക്രങ്ങളും കാർട്ടുകളും ഒക്കെ നിലവിൽ വന്നു കണ്ടുപിടിച്ചു. കൾട്ടിവേഷൻ ബാർട്ടർ സിസ്റ്റം ഇംപ്രൂവ് ചെയ്തു. വില്ലേജുകൾ തമ്മിൽ കൊടുക്കലും വാങ്ങലും കൂടി അളക്കാൻ തുടങ്ങി. ജ്യോമെട്രി രംഗത്ത് വന്നു. എഴുതാനും കൗണ്ട് ചെയ്യാനും തുടങ്ങി. കൂട്ടാനും കിഴിക്കാനും അറിയണം. ഈ മാത്രമേ എത്ര ബാസ്ക്കറ്റ് ധാന്യം കൊടുത്തു, എത്ര ബാസ്ക്കറ്റ് ഇങ്ങോട്ട് വേറെ മറ്റേ ധാന്യം കിട്ടി എന്നൊക്കെ ഉണ്ടാവും. ഇങ്ങനെയാണ് മെല്ലെ ഗണിതങ്ങളൊക്കെ മുന്നോട്ട് വരുന്നത്. അതോടെ കച്ചവടത്തിന്റെ പ്രാഗരൂപവും ഉടലെടുത്തു. കൃഷി നടക്കുന്നത് പ്രകൃതിയെ ആശ്രയിച്ചായിരുന്നു. ഇറിഗേഷൻ മറ്റു തരത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കലണ്ടർ, അതിനനുസരിച്ച് ഏത് കാലത്താണ് മഴ പെയ്യുക, ഏത് കാലത്താണ് വെള്ളപ്പൊക്കം വരിക എന്നൊക്കെ മനസ്സിലാക്കാനായി കലണ്ടറുകളുടെ ഉപയോഗവും നിലവിൽ വന്നു. അതോടൊപ്പം വന്നിരിക്കുന്ന ഏറ്റവും മോശപ്പെട്ട ഒന്നാണ്, ഇന്നും തുടരുന്ന ഒന്നാണ് യുദ്ധങ്ങൾ. യുദ്ധം റെഗുലറായിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഈ മറ്റൊരു വില്ലേജ് സൂക്ഷിച്ചു വെച്ച ധാന്യം കൊള്ളയടിക്കാൻ വേണ്ടിയായിരിക്കാം, അവർ ഡിഫെൻഡ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരിക്കാം യുദ്ധങ്ങൾ തുടങ്ങിയത്. പക്ഷെ അതോടൊപ്പം അടിമകളെ പിടിച്ചെടുക്കുന്ന സ്വഭാവവും തുടങ്ങി. പക്ഷെ മുൻകാലങ്ങളിൽ ഈ ഹണ്ടിങ്, മനുഷ്യൻ ഹണ്ടിങ് ഗാദറർ ആയിരുന്ന കാലത്തും ആളുകളെ പിടിച്ചെടുക്കാറുണ്ട് ഒന്ന്. പക്ഷെ അത്തരത്തിൽ പിടിച്ചെടുക്കപ്പെടുന്നവർ ഈ കുടുംബത്തിന്റെയോ ഈ വലിയ ക്ലാനിന്റെ ഭാഗമാവാറാണ് പതിവ്. അവർ അടിമയല്ല, അവരൊരു പുതിയ അംഗമായി അതിൽ ചേരും. അതുപോലെ ഒരു ക്ലാനിലുള്ള പുരുഷന്മാർക്ക് ആ ക്ലാനിലുള്ള സ്ത്രീകളെ ഭാര്യമാരായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ മെയ്റ്റിംഗ് എന്ന് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അവിടുത്തെ പുരുഷന്മാര് മറ്റ് ക്ലാനുകളിലുള്ള പെൺകുട്ടികളെ തേടിപ്പോകുമ്പോൾ അവർ അവിടുത്തെ ക്ലാനുകളിൽ സ്വീകരിക്കുകയും അവിടുത്തെ ആൾക്കാരായി മാറുകയും ചെയ്യും. ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് പുതിയ അടിമകൾ. പുതിയ അടിമകളെ പിടിച്ചുകൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിക്കുവാണ്. അങ്ങനെയാണ് സർപ്ലസ് ധാന്യം ഉൽപാദനം തുടങ്ങിയത്. അതോടുകൂടി ഇപ്പൊ സുമേറിയൻ കാർവിംഗ് ഉണ്ട്, 3000 BC ഒരു കാർവിങ്ങിൽ അടിമകളെ പിടിച്ചുകൊണ്ടുവരുന്നതിന്റെ ചിത്രമുണ്ട്. ഈ സർപ്ലസ് ഉപയോഗിച്ച് വിറ്റ് കാശാക്കി, അല്ലെങ്കിൽ കൂടുതൽ ധാന്യമോ മറ്റൊക്കെ ശേഖരിച്ച ആയുധങ്ങളോ ഒക്കെ ശേഖരിക്കുന്ന പ്രഭുക്കളും രാജാക്കന്മാരൊക്കെ ക്രമേണ നിലവിൽ വന്നു യുദ്ധ ആവശ്യങ്ങൾക്കായിട്ട്. അപ്പൊ യുദ്ധം ഒരു ആവശ്യമായി മാറി. മുമ്പ് ആദ്യകാലത്ത് ആവശ്യമായിരുന്നില്ല, ചിലപ്പോൾ ഡിഫൻസ് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഇത്തിരി ധാന്യത്തിന് വേണ്ടി. ഇനി കീഴടക്കാൻ വേണ്ടിയുള്ള യുദ്ധങ്ങളാവുമ്പോൾ അതിനു വേണ്ടിയുള്ള മെഷീൻസ്, വലിയ കാറ്റാപുൾട്ടുകൾ, കല്ലുകൾ എറിഞ്ഞ് വില്ലേജുകളുടെ ഭിത്തികൾ തകർക്കുന്ന കാറ്റാപുൾട്ടുകളും വലിയ ടവറുകൾ, ലോർഡ് ഓഫ് ദ റിങ്സ് ഒക്കെ കണ്ടവർക്ക് നല്ല കാണാൻ പറ്റും. ഇതൊക്കെ പിന്നെ മൂവിങ് ടവേഴ്സും മറ്റും ഉണ്ടാക്കാൻ തുടങ്ങി. അതിന് സ്കിൽഡ് ആൾക്കാർ വേണം. അങ്ങനെ ഈ വില്ലേജുകളിൽ ജീവിച്ചിരുന്നവരിൽ ലോഹകർമ്മം ചെയ്യുന്നവരും ആശാരിമാരും കല്ലാശാരിമാരും അങ്ങനെയൊക്കെയുള്ള സ്കിൽഡ് ആൾക്കാരുടെ ഒരു വരാൻ തുടങ്ങി. നദീതട സംസ്കാരത്തിന്റെ ഇന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗുജറാത്തിലെ ലോഥൽ. ആ ലോഥലിലെ ഒരു കുളമാണ് കാണിച്ചിരിക്കുന്നത്. അവിടുന്ന് കിട്ടിയ പോട്ടറികളാണ് വലത്തുവശത്ത് കാണിച്ചിരിക്കുന്നത്. ലോഥൽ ഗുജറാത്തിന് ഏകദേശം അഹമ്മദാബാദിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ ദൂരെയാണ്. പക്ഷെ ലോഥൽ മാത്രമായിരുന്നില്ല സിന്ധു നദിയുടെ സംസ്കാരം. ബ്രോൺസ് ഏജിലുള്ള ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വളരെയധികം സ്ഥലങ്ങളിൽ ഈ സിന്ധു നദിയുടെ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയവയാണ് മോഹൻജദാരോവും മറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ഏകദേശം 620 ഏക്കർ എന്നാണ് കണക്കാക്കുന്നത്. ചിലപ്പോൾ അത് ഇപ്പോഴത്തെ എക്സ്കവേഷന്റെ ബൗണ്ടറി ഒക്കെ ഗസ് ചെയ്തിട്ടുള്ളതാകാം. പിന്നെ പക്ഷെ ക്രമേണ ഈ
വെങ്കലയുഗം സ്റ്റാഗ്നേറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് വേഗം പോകണം തോന്നുന്നു, ഞാൻ കുറച്ചുകൂടി 9 മണിയാവാൻ പോവാണ്. പിന്നെ റൂളേഴ്സും ലോർഡ്സും പ്രീസ്റ്റും ഈ സർപ്ലസ് ഒക്കെ ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ആളുകൾക്ക് അസംതൃപ്തരായി. അപ്പോ അവർ എന്തിനാ ഞാൻ ഇത്ര പണിയെടുക്കുന്നത് എന്നുള്ള ഒരു തരം രൂപത്തിലേക്ക് പോവുകയും ക്രമേണ സ്റ്റാഗ്നേറ്റ് ചെയ്യാൻ തുടങ്ങി. എങ്കിലും ബ്രോൺസ് ഏജ് ധാരാളം ലെഗസികൾ നമുക്ക് തന്നിട്ടാണ് പോയത്. അക്കാലത്തുണ്ടാക്കിയ കട്ടിലുകൾ, മേശ, കസേരകൾ, കാർട്ടുകൾ, ഇതൊക്കെ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അവർ ഉണ്ടാക്കിയിരിക്കുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മർച്ചൻസ്, പോലീസ്, സോൾജിയേഴ്സ്, മജിസ്ട്രേറ്റ്സ്, ഇവരൊക്കെ തന്നെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒക്കെ ഉണ്ട്. അപ്പോ ധാരാളം കാര്യങ്ങൾ നമുക്ക് തന്നിട്ടാണ് വെങ്കലയുഗം അവസാനിച്ചത്. 1300 BCക്ക് അടുത്ത് ഇന്നത്തെ കോക്കസസിലുള്ള, കാസ്പിയൻ സീയുടെ തെക്കു ഭാഗത്തുള്ള കോക്കസസിലെ ചാലീബ് ട്രൈബ്സ് ആണ് ഇരുമ്പ് ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ മനസ്സിലാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം അവർ കുതിരയെ മെരുക്കിയെടുക്കാനും ശ്രമിച്ചു. അങ്ങനെ മെരുക്കിയെടുത്ത് ഇരുമ്പായുധങ്ങളുമായി തെക്ക് പടിഞ്ഞാറോട്ടും തെക്ക് കിഴക്കോട്ടും വന്ന ആൾക്കാരെയാണ് നമ്മൾ അയൺ ഏജ് വാരിയേഴ്സ് എന്ന് പറയുന്നത്. ഈ അയൺ ഏജോട് കൂടിയാണ് ഗ്രീസിൽ അല്ലെങ്കിൽ പൊതുവെ സയൻസ് ഉടലെടുക്കുന്നത്. ധാരാളം സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടാവാൻ തുടങ്ങി. കാടുകൾ വെട്ടിത്തെളിയിച്ച് കൃഷി വലിയ തോതിൽ ഉണ്ടാക്കാൻ തുടങ്ങിയതോടെ പ്രഭുക്കന്മാരുടെ കയ്യിൽ ധാരാളം ധാന്യങ്ങളും പൈസയും ഒക്കെ വന്നുകൂടി. അതിൽ ഒരുപാട് പേർക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, അത് അടിമകളും മറ്റുള്ളവരും ചെയ്തോളും. അങ്ങനെയാണ് അവർ ആർട്ട്, ഫിലോസഫി, സയൻസ് എന്ന് പറയുന്നതിൻ്റെയൊക്കെ തുടക്കങ്ങൾ, ചർച്ചകൾ, സംവാദങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ തുടങ്ങി. ആദ്യകാല സയൻസ് എന്ന് പറഞ്ഞാൽ ഫിലോസോഫിക്കൽ ഡിസ്കഷൻ ആയിരുന്നു. ഈ ലോകം എങ്ങനെയുണ്ടായി, പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്നുള്ള തരത്തിലുള്ള സംവാദങ്ങളാണ് സയൻസിന്റെ തുടക്കം. ഇങ്ങനെ ഗ്രീക്ക് എലൈറ്റ്സും വേദിക് പ്രീസ്റ്റുകളും ഒക്കെ തന്നെ കൈകൊണ്ട് ജോലി ചെയ്യുന്നതിന് ഭയങ്കര മടിയന്മാരായിരുന്നു. കൈകൊണ്ട് ജോലി ചെയ്യുന്നവരെ ഒരു അധകൃതർ എന്നാണ് നോക്കിയിരുന്നത്. പകരം നന്നായി ഭക്ഷണം കഴിച്ച് പിന്നെ സംവാദങ്ങളിൽ ഏർപ്പെടുക എന്നതായിരുന്നു അവരുടെ സ്വഭാവം. ആ സംവാദങ്ങളാണ് ഇന്നത്തെ ശാസ്ത്രത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചത്. കുറച്ചുകൂടി സ്പീഡിൽ പോകുന്നു. അപ്പോൾ ഗ്രീക്ക് സയൻസിന് 4 പാർട്ട് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജ് 1700 ഇയേഴ്സ് അയോണിയൻസ് എന്നാണ് പറയുന്നത്. അവർ ഫിലോസഫേഴ്സ് ആയിരുന്നു, ചർച്ചകളും മറ്റുമായിരുന്നു അവരുടെ പൊതു സ്വഭാവം. അവരെ വൈസ് മെൻ എന്ന അർത്ഥത്തിലുള്ള ആണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് സോക്രറ്റസ് ആണ് ഫിലോസഫേഴ്സ് എന്ന പദം ഉപയോഗിക്കുന്നത്. അറിവ് എന്നാണ് അർത്ഥം. പിന്നീട് ഹെലനിസ്റ്റിക് പീരീഡ് വരുന്നു, അഥേനിയൻ പീരീഡ് വരുന്നു. പിന്നെ അക്കാലത്താണ് സോക്രറ്റസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിലൊക്കെ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റുകളുടെ അധപതനത്തിന്റെ കാലമായിരുന്നു. അതിന് ആക്കം കൂട്ടിയവരാണ് പ്രത്യേകിച്ച് സോക്രട്ടസും പ്ലാറ്റോവും. അങ്ങനെ പറഞ്ഞാൽ കൗണ്ടർ റവല്യൂഷണറീസ്നോ എന്താണ് നമ്മൾ പറയാൻ പറ്റും. പിന്നീട് വന്ന ഹെലനിസ്റ്റിക് പീരീഡിൽ ടെക്നോളജികൾ വൻതോതിൽ വികസിച്ചു. അലക്സാണ്ടറിന്റെ സാമ്രാജ്യത്തിന്റെ കാലമായിരുന്നു അത്. അലക്സാണ്ടറിന്റെ മരണത്തിന് ശേഷമുള്ള കാലത്തെയാണ് പൊതുവെ ഹെലനിസ്റ്റിക് പീരീഡ് പറയുക. അത് അന്തിമമായി റോമൻ സാമ്രാജ്യത്തിലെത്തി. റോമന്റെ ഭരണത്തോടെ അവിടെ അന്ന് റോമൻ രാജാവായ കോൺസ്റ്റാന്റിൻ ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ അതോടുകൂടി സയൻസിന്റെ അധപതനവും തുടങ്ങുന്നു. ഇനി ക്വിക്കലി പോവാം. തെയിൽസ്, ഈഫസ്, പൈത്തഗോറസ്, എംപഡോക്ലസ് എന്നൊക്കെ പറയുന്ന ധാരാളം പേരാണ് അയോണിയൻസ്. അവരുടെ ഏറ്റവും നല്ലൊരു കോൺട്രിബ്യൂഷൻ എന്താ വെച്ചാൽ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നതിൽ നിന്ന് ക്രിയേറ്ററെ പുറത്താക്കി. ഈ ഏതോ ദൈവവും ഭഗവാനൊന്നും ഉണ്ടാക്കിയതല്ല, ഈ പ്രപഞ്ചം ഉണ്ടായതാണ്. ഈ എങ്ങനെയുണ്ടായി ഈ ലോകം എന്നാണ് പ്രപഞ്ചം എന്ന് പറയാറില്ല. ഈ ലോകം എങ്ങനെയുണ്ടായി? അത് വെള്ളം, ഭൂമി, മിസ്റ്റ്, തീ, ഇതിൽ നിന്നൊക്കെയാണ്. നമ്മുടെ ഇന്ത്യൻ പഞ്ചഭൂതത്തിനോട് സിമിലർ ആയിരുന്നത്. ആ കാലത്താണ് ഡെമോക്രറ്റസും ഹിപ്പോക്രറ്റസും ഒക്കെ ജീവിച്ചിരുന്നത്. പൈത്തഗോറസും ആ കാലത്താണ് ജീവിച്ചിരുന്നത്. പക്ഷെ നമ്മൾ ഫേമസ് ആയി കൊണ്ടാടുന്ന പൈത്തഗോറസ് തിയറം ഏഷ്യ മൈനറിന്ന് ബാബിലോണിയൻസ് എന്ന് കട്ടെടുത്തതാണെന്നാണ് പറയുന്നത്. കാരണം കൈമാറി വന്നത്, കട്ടെടുത്തു എന്ന് വേണമെങ്കിൽ പറയണ്ട. അത് ബാബിലോണിയൻസിന്റെ അടുക്ക പല നമ്പറുകളുടെ പൈത്തഗോറസ് തിയറം, അതായത് എയും ബിയും സിയും, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്നുള്ള വലിയ പട്ടികയിലുണ്ടായിരുന്നു. എന്തിനവർ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ബിൽഡിംഗ് ഉണ്ടാക്കാനായിരിക്കാം. അതാണ് പൈത്തഗോറസ് തിയറമായി ഇപ്പോൾ നമുക്ക് അറിയപ്പെടുന്നത്. അഥീനിയൻസിന്റെ കാലം ഈ ഫിലോസഫേഴ്സിന്റെ ആയിരുന്നു. അതിൽ അരിസ്റ്റോട്ടിലാണ് പിന്നെയും കുറെ വലിയ മനുഷ്യൻ. അയാളുടെ സിദ്ധാന്തമാണ് ഡോക്ട്രിൻ ഓഫ് മീൻസ്, നൈദർ ടു മച്ച് നോർ ടു ലിറ്റിൽ എന്ന്. ഒരു നല്ല എൻസൈക്ലോപീഡിയസ്റ്റ് ആയിരുന്നു. നന്നായി രേഖകൾ സൂക്ഷിക്കുമായിരുന്നു. അലക്സാണ്ടറുടെ ട്യൂട്ടർ ആയിരുന്നു.
ഹെലനിസ്റ്റിക് പീരീഡിൽ 330 BCE മുതൽ 100 BC വരെ എത്തുമ്പോൾ ഇതിനിടയ്ക്ക് അലക്സാണ്ടർ അയാളും അയാളുടെ അച്ഛൻ ഫിലിപ്പ് കൂടി വലിയൊരു എംപയർ, ദ മാസഡോണിയൻ എംപയർ, അലക്സാണ്ടറിന്റെ എംപയർ സിന്ധു നദി വരെയുള്ള വലിയൊരു പ്രദേശത്ത് ഉണ്ടാക്കി കഴിഞ്ഞു. അയാളുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജനറൽമാരാണ്, അവർ 4 രാജ്യങ്ങളായി പിരിഞ്ഞു. അതിലൊരു രാജ്യമാണ് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ടോളമിയൻ കിങ്ഡം. അവരാണ് അലക്സാണ്ട്രിയയിലുള്ള ലൈബ്രറി മ്യൂസിയം സ്ഥാപിച്ചതൊക്കെ. ആസ്ട്രോണമി, മാത്തമാറ്റിക്സ്, ഓപ്റ്റിക്സ്, മെഡിസിൻ ഇതൊക്കെ അക്കാലത്ത് വളരെയധികം പുരോഗമിച്ചു. കാരണം വലിയ സാമ്രാജ്യത്തിൽ ആവശ്യങ്ങൾ കൂടുതലാണ്. യുദ്ധമുണ്ട്, ജനങ്ങളെ തീറ്റിപ്പോറ്റണം, പട്ടാളക്കാരെ തീറ്റിപ്പോറ്റണം. അപ്പൊ അതിനൊക്കെ ധാരാളം പ്രൊഡക്ഷൻ വേണം. പ്രൊഡക്ഷൻ വേണമെങ്കിൽ അതിന്റെ മീൻസ് കൂടുതൽ നന്നാവണം. അപ്പൊ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ നന്നാവണമെങ്കിൽ പുതിയ ഐഡിയാസ് വരണം. അങ്ങനെയാണ് സയൻസിന് ഒരു ഇംപീറ്റസ് കിട്ടുന്നത്. പക്ഷെ ടെക്നോളജിക്ക് തന്നെയായിരുന്നു മുൻഗണന. ഇതാണ് ഗോൾഡൻ ഏജ് ഓഫ് ഗ്രീക്ക് സയൻസ്, ഹെലനിസ്റ്റിക് പീരീഡ്. ഞാൻ പെട്ടെന്ന് വായിച്ചു പോകുന്നേ ഉള്ളൂ. ഫിസിക്സ് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. യൂക്ലിഡ് എന്ന മാത്തമാറ്റീഷ്യൻ, അപ്പോളോണിയസ്, ഹെറാക്ലൈഡ് ഓഫ് പോണ്ടസ്, അരിസ്റ്റാർക്കസ് ഓഫ് സമോസ്, ഇവരൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇറാസ്തോസ്തനീസ്, ഭൂമിയുടെ വലുപ്പം കണ്ടുപിടിച്ച ആള്, റേഡിയസ്. ഹിപ്പാർക്കസ്, അസ്ട്രോണമർ, മാത്തമാറ്റീഷ്യൻ, ഇൻവെന്റഡ് മെനി ഇൻസ്ട്രുമെന്റ്സ്, കമ്പൈൻഡ്, ആദ്യത്തെ സ്റ്റാർ ചാർട്ട് കമ്പൈൽ ചെയ്ത ആളാണ്. ടോളമി, ഭൂകേന്ദ്രിത പ്രപഞ്ചത്തിന്, ലോകത്തിന്റെ ഒരു ചിത്രം ഉണ്ടാക്കിയ ആളാണ്. മെഡിക്കൽ ആളാണ് ഗാലൻ. മാത്തമാറ്റീഷ്യയും അസ്ട്രോണമറുമായിരുന്നു ഹൈപ്പേഷ്യ. തിയോൺ എന്ന മാത്തമാറ്റീഷ്യന്റെ മകള് അലക്സാണ്ട്രിയയിലായിരുന്നു. പക്ഷെ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ആ യൂണിവേഴ്സിറ്റി അറിവിന്റെ ഒരു കേന്ദ്രമായി മാറി. അതിനുവേണ്ടി അറിവ് വില കൊടുത്ത് വാങ്ങിയും കൊണ്ടുവരാൻ തുടങ്ങി. ഈജിപ്തിൽ നിന്നും മെസപ്പൊട്ടോമിയയിൽ നിന്നും ഫാറവേ ഇന്ത്യയിൽ നിന്നും കൂടി അറിവുള്ളവരെയും അവർ എത്തിപ്പെട്ടു. പക്ഷേ പിന്നീട് ഇതൊക്കെ മാറി മറിഞ്ഞ് റോമൻ റിപ്പബ്ലിക് ഒക്കെ വരുന്നതോടുകൂടി അന്തഛിദ്രങ്ങൾ വന്നതുകൊണ്ടാണ് റോമൻ എംപയർ ഉയർന്നു വന്നത്. ഗ്രീക്ക് സയൻസ് പിന്നോട്ടടിക്കാൻ തുടങ്ങി. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം CE 313 അന്നത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റാന്റിൻ പറയുന്നു, അയാൾക്കൊരു വിഷൻ ഉണ്ടായി. സൂര്യമണ്ഡലത്തിൽ സൂര്യൻ ഉദിച്ചുയർന്ന സൂര്യന്റെ മുകളിൽ അയാൾ ഒരു ക്രോസ് കണ്ടെന്നും, ഇൻ ദിസ് സൈൻ, ഈ ക്രോസിന്റെ സൈനിൽ കോൺകർ ദ വേൾഡ് എന്നുള്ള ഒരു മെസ്സേജ് അയാൾക്ക് ദൈവം പറഞ്ഞു കൊടുത്തെന്നൊക്കെയാണ് അയാൾ അവകാശപ്പെടുന്നത്. അത് എന്തായാലും അത് ആരെങ്കിലും ക്രിസ്ത്യൻ പ്രീസ്റ്റുകൾ ഉയർന്നു വന്നുകൊണ്ടിരുന്ന ക്രിസ്ത്യാനിറ്റിയുടെ പ്രതിനിധികൾ ഉണ്ടാക്കിയ കഥയാവാം. അത് എന്തായാലും കോൺസ്റ്റാന്റിൻ അയാളുടെ സാമ്രാജ്യത്തിന്റെ ഒഫീഷ്യൽ മതമായി ക്രിസ്ത്യാനിറ്റിയെ പ്രഖ്യാപിച്ചു. ക്രിസ്ത്യൻ മത പുരോഹിതന്മാർക്ക് അസാധാരണമായ സ്ഥാനങ്ങളും പ്രിവിലേജസും കിട്ടി. സാമ്രാജ്യം നേടുന്ന ടാക്സിന്റെ 10% ചർച്ചിന് പോയി. അങ്ങനെ അവസാനം അയാൾ അതിന്റെ ക്യാപിറ്റൽ ഇന്നത്തെ ഇസ്താംബൂൾ പിന്നെ ബൈസാന്റിയത്തിലേക്ക് മാറ്റി കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പുനർനാമകരണവും ചെയ്തു. ഇപ്പോഴത്തെ തുർക്കിയിലെ ഇസ്താൻബൂളാണിത്. ക്രിസ്ത്യാനിറ്റി ഡോമിനേറ്റ് ചെയ്തതോടുകൂടി ലാസ്റ്റ് സയൻസിന്റെ അവസാന വല്ല കണികകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മറയാൻ തുടങ്ങി. സയൻസിനെ പൂർണ്ണമായും തകർത്ത ശേഷമാണ് പുതിയ സയൻസിന്റെ ചെറിയ നാമ്പുകളെങ്കിലും വളരാൻ വിട്ടത് എന്ന് ജെഡി ബർണൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം 500 CE യൂറോപ്പിൽ ഇരുണ്ട യുഗം വന്നു. പിന്നെ അതേസമയം ശാസ്ത്രം എന്ന് പറയുന്നത്, സയൻസ് എന്ന് പറയുന്നതും അത് പ്രവർത്തിക്കുന്നവരോട് ഭയങ്കര പേടിയും സംശയവുമായിരുന്നു. അങ്ങനെയാണ് അംബ്രോസും അഗസ്റ്റിൻ എന്ന് പറയുന്ന 2 പാതിരിമാരുടെ നേതൃത്വത്തിൽ ജനങ്ങളെ ഇളക്കി വിട്ട് ഹൈപ്പേഷ്യയെ കല്ലെറിഞ്ഞു കൊന്നതും അലക്സാണ്ട്രിയയിലെ മ്യൂസിയം തീ കൊളുത്തിയും തകർത്തും നശിപ്പിച്ചത്. അതായിരുന്നു ഗ്രീക്ക് സയൻസിന്റെ അവസാന ഭാഗം. ഇനി കാസ്പിയന്റെ തെക്കു ഭാഗത്തു നിന്നും പുറപ്പെട്ട ആര്യൻ എന്ന് പറയാനുണ്ട നമ്മള് ഈ അയൺ ഏജ് ആൾക്കാർ ഒരു വിഭാഗം ഇന്ത്യയിലേക്കാണ് വന്നത്. അവർ ഇന്ത്യയിലെ ആദ്യം സിന്ധു നദീതടത്തിലും പിന്നീട് ഗംഗാതടത്തിലും പ്രവേശിച്ച് ഉണ്ടാക്കിയ വലിയ വില്ലേജുകളെയാണ് മഹാജനപദാസ് എന്ന് പറയുന്നത്. 500 BC. അവർ ഒരുതരം പാസ്റ്ററൽ, കാലിമേച്ച് നടന്നവരാണ് അല്ലെ. നമ്മുടെ ഭഗവാൻ കൃഷ്ണനൊക്കെ കാലിമേക്കലായിരുന്നു പ്രധാന തൊഴില്. അപ്പൊ അത്തരത്തിലുള്ള അവർക്ക് ആവശ്യമായ തരത്തിലുള്ള ശാസ്ത്രമൊക്കെ അന്ന് ഉണ്ടായിരുന്നു. ലിക്കർ, സോമരസം ഉണ്ടാക്കാൻ പ്രഗത്ഭരായിരുന്നു അവർ. പിന്നെ നല്ല ഗ്ലേസ് ചെയ്ത മൺപാത്രങ്ങൾ ഉണ്ടാക്കുക, ചികിത്സക്കായി ആയുർവേദം വികസിപ്പിച്ചെടുത്തു. പിന്നെ ഇഷ്ടികകളുടെ വലുപ്പമൊക്കെ, കാരണം അവരുടെ ഒരു പ്രധാന തൊഴില്
യജ്ഞങ്ങളാണ്. യജ്ഞത്തിൽ പശുവിനെ ബലി കൊടുത്ത് പശുമാംസം ഭക്ഷിക്കലായിരുന്നു പ്രധാനപ്പെട്ട ഒരു എൻജോയ്മെന്റ് പുരോഹിതന്മാരുടെ. അപ്പൊ അതിന് യജ്ഞപീഠങ്ങൾ ഉണ്ടാക്കാനുള്ള ബേസിക് അരിത്മാറ്റിക്, ഇഷ്ടികളുടെ വലിപ്പം അതൊക്കെ. പക്ഷെ അതോടൊപ്പം ലഗതന്റെ വേദാന്ത ജ്യോതിഷം ഉണ്ടായിരുന്നു. കശ്യപ മുനിയുടെ ആറ്റം, ഈ ആറ്റം ഈ ഡെമോക്രാറ്റിക്സിന്റെ ഗ്രീക്കുകാരന്റെയും കശ്യപ മുനിയുടെയും ആറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് പൊക്രാനിൽ പൊട്ടിച്ച മരത്തെ ഒരു ആറ്റം ബോംബിന്റെ ഒരു സിദ്ധാന്തമൊക്കെയാണ്. അല്ല, എല്ലാ വസ്തുക്കളും വളരെ 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 ചെറിയ കണങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. അതിനെയാണ് നമ്മൾ ആറ്റം എന്നൊക്കെ പറയുന്നത്. എങ്കിലും ഏറ്റവും ചെറിയ കണങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞ് അതൊരു നിരീക്ഷണമാണ്. സുശ്രുതനും ചരകൻ മെഡിസിനൽ സ്പെഷ്യൽ ആയിരുന്നു. പക്ഷേ ഇവരൊക്കെ ധന്വന്തരി എന്നൊക്കെ പറയുന്നവര് വൈദ്യരാണ് അർത്ഥം. അപ്പൊ ഒരു പരമ്പരയുടെ പേരായിരിക്കാം എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അലക്സാണ്ടറിന്റെയും അറ്റാക്കും പിന്നീട് സെലൂക്കസിന്റെ വരവും പിന്നെ ധാരാളം അറിവിന്റെ കൊടുക്കലും വാങ്ങലും ഉണ്ടാക്കി. ഇന്ത്യൻ മാത്തമാറ്റിക്സിൽ ആര്യഭട്ട വളരെ മുന്നോട്ട് നിന്നിരുന്നു. സി 476 അസ്മാകം എന്ന സ്ഥലത്താണ് ജനിച്ചത്. കേരളത്തിലാണ് എന്നൊക്കെ പറയപ്പെടുന്നു. ചിലപ്പോൾ പാടലിപുത്രത്തിലായിരിക്കാം. ആര്യഭടീയം എന്നും ആര്യഭട്ട സിദ്ധാന്തം എന്നും 2 ബുക്കുകൾ രചിച്ചിട്ടുണ്ട്. പിന്നെ ആസ്ട്രോണോമിക്കൽ ഡെഫിനിഷൻ, പ്രോഗ്രഷൻ, മെഷർമെന്റ് ഓഫ് ഡിസ്റ്റൻസ്, അപ്പോജി പെരിജി, ഭൗമോച്ചവും ഭൗമ സമീപവും ഗ്രഹങ്ങളുടെ, ഇതൊക്കെ തന്നെ അതിൽ പറയുന്നുണ്ട് എന്ന് പറയുന്നു. ആര്യഭട്ടയുടെ റവല്യൂഷണറി ഐഡിയ ആസ്ട്രോണമിയിലൊന്നും തന്നെ അന്ന് സ്വീകാര്യമായിരുന്നില്ല. പക്ഷേ കേരളത്തിൽ ആര്യഭടന് ധാരാളം പിൻഗാമികൾ ഉണ്ടായി. പിന്നീട് ബ്രഹ്മഗുപ്തൻ CE 598 668 വരെ, ഭാസ്കരൻ 1 600 മുതൽ 680 വരെ ഉണ്ടായിരുന്നു. ഭാസ്കര 1ന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ആര്യഭടീയ ഭാഷ്യം. ആയുർവേദം ഇംപ്രൂവ് ചെയ്തു. പിന്നീട് ക്രമേണ പിന്നീട് വളരെ കാലത്തിന് ശേഷം ഡെക്കാൻ മാസ്ലിൻ, ഗുജറാത്തിലെ പട്ടൺ എന്ന് പറയുന്ന നഗരത്തിൽ ഉണ്ടാക്കുന്ന പട്ടോള, ഒരു വർഷമൊക്കെ എടുക്കും ഒരു പട്ടോള സാരി ഉണ്ടാക്കാൻ എന്നാണ് പറയുന്നത്. പക്ഷെ വലിയ ഡിമാൻഡ് ആയിരുന്നു വിദേശത്ത്. വൂഡ്സ് സ്റ്റീൽ ഡമാസ്കസിലേക്ക് കത്തി ഉണ്ടാക്കാൻ വേണ്ടി സ്പെഷ്യലി ആന്ധ്രയിൽ നിന്നും കയറ്റിയേക്കുന്നതായിരുന്നു പോലും വൂഡ്സ് സ്റ്റീൽ. പിന്നെ ഭാസ്കര 2 രചിച്ച മനോഹരമായ ഒന്നാണ് ലീലാവതി എന്ന ഗണിത കാവ്യം. ഞാൻ ഓടിപ്പോവാണ് സത്യത്തിൽ സമയം കൊണ്ട്. ഇതിന്റെ ആര്യഭടന്റെ കേരളത്തിലെ ശിഷ്യ ശൃംഖല കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ആണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. വളരെ കാലം ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു. ഒരു ഇംഗ്ലീഷുകാരനാണ് ഈ രേഖകളൊക്കെ തപ്പി പൊടിച്ച് എടുത്ത് പൊടി തട്ടി പിന്നെ ലണ്ടനിലെ റോയൽ സൊസൈറ്റിയിലെങ്ങാൻ അവതരിപ്പിച്ചത്. അതിനുശേഷമാണ് നമ്മൾ അറിയുന്നത്. അതിൽ ഗോവിന്ദ ഭട്ടത്തിരി, വടശ്ശേരി പരമേശ്വരൻ, നീലകണ്ഠ സോമയാജി, മേൽപ്പത്തൂർ ഭട്ടത്തിരി, സംഗമ മാധവനാണ് ഏറ്റവും ഫേമസ്. ദാമോദരൻ, ജ്യേഷ്ഠദേവൻ എന്ന് പറഞ്ഞ് ധാരാളം പേരുണ്ടായിരുന്നു. അവരുടെ വർഷങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണമി, അവർ ആസ്ട്രോണമേഴ്സ് ആയിരുന്നു, ആസ്ട്രോളജേഴ്സ് ആയിരുന്നു, ഗണിതജ്ഞരായിരുന്നു. അവരെല്ലാവരും തന്നെ ആര്യഭടന്റെ ഫോളോവേഴ്സ് ആയിരുന്നു. അതിൽ സംഗമ മാധവന്റെ മാത്തമാറ്റിക്കൽ എക്സ്പാൻഷൻ, മാത്തമാറ്റിക്സ് പഠിച്ചവർക്ക്, ഫിസിക്സ് പഠിച്ചവർക്ക് അറിയാം. സൈനെക്സ്, കോസെക്സ്, ടാനെക്സ്, ടൈലർ സീരീസ്, ഇങ്ങനെ ഒരുപാട് സീരീസ് ഉണ്ട്. ഇതിന്റെയൊക്കെ കണ്ടുപിടുത്തം സംഗമ മാധവനായിരുന്നു ചെയ്തിരുന്നതെന്ന് പറയുന്നു. ഇപ്പോൾ ഒരു ലെബനിറ്റ്സ് തിയറം എന്നുണ്ട്. ഞാൻ BSc ഒക്കെ പഠിച്ചതാണ്. ഇപ്പോൾ ആ ലെബനിറ്റ്സ് തിയറത്തെ മാധവ ലെബനിറ്റ്സ് തിയറം എന്നാണ് അറിയപ്പെടുന്നത്. പൈയുടെ ഇത് 10 ഡെസിമൽ പോയിന്റ് വരെയും അയാൾ കണ്ടെത്തിയിരുന്നു. വടശ്ശേരി പരമേശ്വരൻ 30 പുസ്തകങ്ങൾ രചിച്ചിരുന്നു. നീലകണ്ഠ സോമാജിയുടെ ഒരു പുസ്തകമാണ് ആര്യഭടീയ ഭാഷ്യം. ഒരു കോസ്മോളജിക്കൽ മോഡൽ, ജിയോസെൻട്രിക് ആണ്, ഭൂമി കേന്ദ്രത്തിലുള്ള ഒരു മോഡലും ഉണ്ടാക്കിയിരുന്നു. അപ്പോ തീർച്ചയായും നമുക്കൊക്കെ അഭിമാനിക്കാം, നമ്മുടെ പിതാമഹന്മാര് ഇന്ത്യൻ മാത്തമാറ്റിക്സിനും ആസ്ട്രോണമിക്കും വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഒരു നല്ല ബുക്ക് ഉണ്ട്, ദ ക്രസ്റ്റ് ഓഫ് ദ പീകോക്ക് എന്ന് പറഞ്ഞ് ജോർജ് ഗീവർഗീസ് ജോസഫ് എഴുതിയ ഇവരെ കുറിച്ചുള്ള പുസ്തകം. അതേസമയം മറ്റു സ്ഥലങ്ങളിൽ എന്തു പറ്റി? മിഡിൽ ഈസ്റ്റിൽ അലക്സാണ്ടറുടെ തകർച്ചയ്ക്ക് ശേഷം ഖാലിഫൈറ്റ്സ് വന്നു. ധാരാളം ഖാലിഫൈറ്റ്സ് ഉണ്ടായിരുന്നു. ഉമ്മായദ് ഖാലിഫൈറ്റ്, അബ്ബാസദ് ഖാലിഫൈറ്റ് ഒക്കെ. അതിൽ അബ്ബാസദ് ഖാലിഫറ്റിന്റെ കാലത്ത് ആണ് ബാഗ്ദാദിൽ ഹൗസ് ഓഫ് വിസ്ഡം, അറിവിന്റെ കൊട്ടാരം ഉണ്ടാക്കിയത്. ലോകത്തെങ്ങുമുള്ള സ്ക്രിപ്റ്റ് രേഖകൾ സംഘടിപ്പിച്ചു കൊണ്ടുവരികയും ട്രാൻസ്ലേറ്റ് ചെയ്ത് സൂക്ഷിക്കുകയും പകർത്തി വെച്ചൊക്കെയായിരുന്നു അവിടെ നടന്നിരുന്നത്. ഇവിടുന്നാണ് ഇത് വീണ്ടും ഗ്രീസ് വഴി യൂറോപ്പിലേക്ക് പോകുന്നത്. പക്ഷേ ഖലീഫമാര് ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചു. മതപണ്ഡിതന്മാരും സയൻസും തമ്മിലുള്ള ഉടക്കൊന്നും അലവ് ചെയ്തില്ല. അവര് മതപരമായ കാര്യങ്ങൾ ചെയ്തോളണം,
ഗവേഷണത്തിലും ഇങ്ങനെയുള്ള പരിപാടികളിലൊന്നും ഇടപെടാൻ പാടില്ല എന്ന് നിർബന്ധ ബുദ്ധികളായിരുന്നു ചില ഖാലിഫമാർ. ചില ഖാലിഫമാർ തന്നെ സയന്റിസ്റ്റുമാരായിരുന്നു, മാത്തമാറ്റീഷ്യൻസ് ഒക്കെ ആയിരുന്നു. ഏറ്റവും അവരുടെ ഇഷ്ടപ്പെട്ട ഒരു വിനോദം എൻസൈക്ലോപീഡിയാണ്, അറിവ് ശേഖരിച്ച് പകർത്തി എഴുതി അത് പകർന്നു കൊടുക്കല്. പിന്നെ ഒരു കമ്പൻഡിയം ഓഫ് ആസ്ട്രോണമി എന്ന ഒരു ബൃഹത് ഗ്രന്ഥം അവർ എഴുതിയിട്ടുണ്ട്. വളരെ സ്പീഡിൽ പോവാം. മിഡിൽ ഈസ്റ്റേൺ സയൻസിലെ പ്രഗത്ഭരായ മാത്തമാറ്റീഷ്യൻസ് മറ്റുള്ളവരുടെ ചിത്രങ്ങളാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചൈനക്കാര് ടെക്നോളജിയിലാണ് മുന്നോട്ട് പോയത്. ക്ലോക്കുകൾ, കോമ്പാസുകൾ, വാട്ടർ മിൽസ്, ടേൺ റഡർ പോസ്റ്റുകൾ, ഗൺ പൗഡർ, പേപ്പർ, പ്രിന്റിംഗ് മുതലായവയായിരുന്നു ചൈനയുടെ സംഭാവനകൾ. ചൈന വാട്ടർ മില്ല്, ചൈനയിലെ ഒരു വാട്ടർ മില്ലിന്റെ ചിത്രമാണ്. പേപ്പർ ഉണ്ടാക്കുന്ന രീതിയാണ് മരം പുഴുങ്ങി അരച്ച് ഒക്കെ ആദ്യം ഉണ്ടാക്കുന്നു, പൾപ്പാക്കുന്നു, പിന്നെ പൾപ്പ് ഫ്രെയിമുകളിൽ ഇട്ട് ഉണക്കി പേപ്പറുകളൊക്കെ ആകുന്നു. മഷിയും പേപ്പറുകളൊക്കെ ചൈനയിൽ നിന്ന് സിൽക്ക് റൂട്ട് വഴിയാണ് പേർഷ്യയിൽ എത്തിയതെന്നും അവിടെ നിന്നാണ് വീണ്ടും പാശ്ചാത്യ ലോകത്ത് എത്തിയതെന്നും അഭിപ്രായമുണ്ട്. ഇത്രയാണ് ഞാൻ ഈ സയൻസിന്റെ ചരിത്രത്തിലൂടെ ഓടിച്ചു പോയത്. 9 കാലായിരിക്കുന്നു. ഒരു 5-10 മിനിറ്റിൽ ഞാൻ നിർത്താം. ഇനി പ്രധാനപ്പെട്ട കൺക്ലൂഷൻസ്. യൂറോപ്പിൽ ഇരുണ്ട യുഗം ആണെന്ന് അറിയപ്പെടുന്നു. ഗ്രീക്ക് സയൻസിന് ശേഷം റിനൈസൻസ് വരെ, നവോത്ഥാനം വരെ. അപ്പോ ലോകത്തെങ്ങും ഇരുണ്ട യുഗമാണ് എന്നാണ് പാശ്ചാത്യ പണ്ഡിതന്മാരുടെ വാദം. അത് ശരിയാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. നമ്മൾ പ്രത്യേകിച്ച് ഈ ഖാലിഫൈറ്റ്സിന്റെ കാലത്തെ, പിന്നെ മധ്യപൗരസ്ത്യ ദേശത്തെ സയൻസും ഇന്ത്യയിലെ സയൻസും കേരളത്തിലെ സയൻസും ചൈനയുടെ ടെക്നോളജിയും ഒക്കെ കൂടി കാണിക്കുന്നത് യൂറോപ്പിൽ ഇരുണ്ട യുഗമായിരുന്നെങ്കിലും ലോകത്തിന്റെ മറ്റു ഭാഗത്ത് ഇരുണ്ട യുഗം അല്ലായിരുന്നു എന്നാണ്. ഇനി ഇരുണ്ട യുഗമാണ്, ലോകം മുഴുവൻ ഇരുണ്ടിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ സയൻസ് ടോട്ടലി ഇല്ലെങ്കിൽ, എങ്ങനെയാണ് പാശ്ചാത്യർ പെട്ടെന്നൊരു ലീപ്പ് ഇതിലേക്ക്, പെട്ടെന്നൊരു സയൻസും ടെക്നോളജിയും ഡെവലപ്പ് ചെയ്തതെന്നുള്ള ചോദ്യമുണ്ട്. ഇതിനെ റെഫ്യൂട്ട് ചെയ്യുന്ന ബ്രിട്ടീഷ്, അമേരിക്കൻ പല ശാസ്ത്രജ്ഞന്മാരുണ്ട്, ശാസ്ത്ര ചരിത്രകാരന്മാരുണ്ട്. അവരിൽ 2-3 പേരാണ് JD ബെർണാൾ, മകനായ മാർട്ടിൻ ബെർണാൾ, ജോൺ എം ഹോബ്സൺ എന്നിവർ. ഇവരുടെ ഒരു സിദ്ധാന്തമാണ് മിഡിൽ ഈസ്റ്റ് കൺവെയർ ബെൽറ്റ്. അതെന്താണ് നമുക്ക് വരാം. അതിനെക്കുറിച്ച് വായിക്കാനുള്ള 2 നല്ല ബുക്ക് ഉണ്ട്. ബ്ലാക്ക് അഥേന, മാർട്ടിൻ ബെർണലിന്റെയും ദ ഈസ്റ്റേൺ ഒറിജിൻസ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ എന്ന് പറഞ്ഞ് ഹോബ്സോണിന്റെ ബുക്ക്, ജോൺ എം ഹോബ്സന്റെ ബുക്ക്. എന്താണ് അവർ പറയുന്നത്? ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പേർഷ്യ വഴി മധ്യപൗരസ്ത്യ ദേശത്തെത്തുകയും അതേസമയം പിന്നീട് കടലിലൂടെയും ഗൾഫിലൂടെയും റെഡ് സീയിലൂടെയും എത്തുകയും ഇന്നത്തെ ഇറാഖും ആ ഭാഗങ്ങളിൽ നിന്ന് ആലപ്പോ, വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്നു ആലപ്പോ, ഇന്നത്തെ സിറിയയുടെ ഭാഗത്തു നിന്നും കടൽ മാർഗം മധ്യധരണ്യാഴിവാതി ഗ്രീസിലും ഇറ്റലിയിലും എത്തുകയും അവിടെ പിന്നീട് യൂറോപ്പിലും എത്തി എന്നാണ് അവർ തന്നെ പറയുന്നത്. ഇത് ഈ ലോകമെങ്ങും ഇരുണ്ട യുഗമാണ് എന്നുള്ള അതിനെ തികച്ചും തിരസ്കരിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന്, ഈ ഇരുണ്ട യുഗമാണെന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്നതിന്റെ പ്രധാന കാരണം എല്ലാ വലിയ ഗ്രേറ്റ് കാര്യങ്ങൾ യൂറോപ്പിൽ നിന്നാണ് ഉദയം ചെയ്തത് എന്നുള്ളൊരിത്. യൂറോ സെൻട്രിക് ആണ് ഒരുപാട് നറേഷൻ. ആസ്ട്രോണമിയുടെ ഹിസ്റ്ററി, എല്ലാത്തിന്റെ ഹിസ്റ്ററി ഒക്കെ യൂറോ സെൻട്രിക് ആണ്, സയൻസിന്റെ ഹിസ്റ്ററി. ആ യൂറോ സെൻട്രിക് നറേഷനെ ഇല്ലാതാക്കുകയാണ് മാർട്ടിൻ ബെർണലും ജോൺ ഹോബ്സണും JD ബെർണൽ ഒക്കെ കൂടി ഈ തിയറിയിലൂടെ. എന്തുകൊണ്ടാണ് സയൻസ് മിഡിൽ ഏജസിൽ ഡിക്ലൈൻ ചെയ്തത്? കൈകൊണ്ട് ജോലി ചെയ്യാൻ മടിയുള്ളവരായിരുന്നു ഫിലോസഫിയിലും സയൻസും കൈകാര്യം ചെയ്തിരുന്നത്. അവർക്ക് കൈകൊണ്ട് ചെയ്യുന്നവരോട് പുച്ഛമായിരുന്നു. ഞാനിത് എവിടുന്ന എടുത്തതെന്നുള്ളത് പറയാൻ മറന്നുപോയി, പണ്ടെടുത്തതാണ്. ഒരു സ്ത്രീ ഒരാളോട് ചോദിക്കുകയായിരുന്നു, വാട്ട് ആർ യു, നിങ്ങൾ ആരാ? അപ്പൊ അയാൾ പറയുന്നത്, ഞാൻ എഞ്ചിനീയർ ആണ്. അപ്പൊ ആ സ്ത്രീ പുച്ഛത്തോട്, എഞ്ചിനീയർ എന്താ അർത്ഥം? അപ്പൊ അയാൾ പറയുന്നു, ഞാൻ എന്റെ കൈ കൊണ്ട് പലതും ഡിസൈൻ ചെയ്യും, ഉണ്ടാക്കുന്നു. അപ്പൊ ആ സ്ത്രീ പറയുന്നു, ഓ, ഞാൻ വിചാരിച്ച നിങ്ങളൊരു ജെന്റിൽമാൻ ആണെന്നാണ്. അപ്പോ ജെന്റിൽമാൻ ജോലി ചെയ്യാത്ത ആളാണ്, മടിയാണ്. അപ്പൊ നമ്മൾ ആരെങ്കിലും ഒരാളെ പരിചയപ്പെടുത്തിയിട്ട് ഇയാൾ നല്ല ജെന്റിൽമാൻ ആണെന്ന് പറഞ്ഞ അർത്ഥം ഇയാളൊരു കുഴി മടിയനാ, കൈകൊണ്ട് അധ്വാനിക്കുന്ന മടിയനാണെന്നാണ് അർത്ഥം. അങ്ങനെ കൈകൊണ്ട് അധ്വാനിക്കുന്നവരെ ദൂരെ നിർത്തുകയും അതുവഴി സയൻസും ടെക്നോളജിയും 2 ധാരകളായി വേറെ വേറെ പോവുകയും ചെയ്തു. പരസ്പരം കൊടുക്കലുകൾ ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനിറ്റിയുടെ വ്യാപകമായ വളർച്ച യൂറോപ്പിലുടനീളം സയൻസിനെ സ്നബ് ചെയ്തു. ഇന്ത്യൻ സയൻസും വേദിക് പീരീഡിന് ശേഷം വേദിക് ഇതിലൂടെ അസ്ട്രോളജി ഒക്കെ ആയി മാറിപ്പോയി, ഇല്ലാതായി. പിന്നെ അസ്ട്രോണമി, അസ്ട്രോളജി ഒക്കെ ആയി മാറി. ഫ്യൂഡൽ ടൈംസിൽ
പുതിയ ഇന്നൊവേഷൻ, പുതിയ കാര്യങ്ങൾക്കിടെ ആവശ്യമില്ല. അതൊരു സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള പ്രൊഡക്ഷനും സർപ്ലസ് വാല്യൂ ഇത് അക്യൂമുലേഷനും ആയിരുന്നു നടന്നിരുന്നത്. അതുകൊണ്ട് അവർക്കൊരു പെട്ടെന്ന് പുതിയ ടെക്നോളജിയുടെ ആവശ്യങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ കാലഘട്ടത്തിൽ ഫ്യൂഡൽ ടൈംസിൽ ഇന്നൊവേഷൻസ് ഒന്നും ഇല്ലാതെ പോയി. ചൈനയിൽ പറയുന്നത് ബ്യൂറോക്രസിയും അവരുടെ കച്ചവടക്കാരും ബ്യൂറോക്രാസും തമ്മിലുള്ള കോൺട്രഡിക്ഷൻ കൊണ്ടാണ് ഇതുണ്ടായെന്നാണ്. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. ഇസ്ലാമിക് കാലിഫൈറ്റ്സിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആദ്യകാലത്ത് കാലിഫമാർ ഇതിനെ വലിയ തോതിൽ സപ്പോർട്ട് ചെയ്തെങ്കിലും കാലക്രമേണ മതമേധാവികൾ വീണ്ടും സ്വാധീനം ചെലുത്തുകയും സയൻസ് സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും ചെയ്തു. കൊളോണിയൽ ഇന്ത്യയിലുള്ള മുന്നേറ്റം ഒക്കെ തടഞ്ഞത് ബ്രിട്ടീഷ് ക്ലാസ് ഇൻട്രസ്റ്റ് ആണ്. ലാസ്റ്റിലെ ഒരു 2 സ്ലൈഡും കൂടിയേ ഉള്ളൂ. മോഡേൺ ടൈം 18ാം നൂറ്റാണ്ട് മുതൽ 21ാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നും ഇവിടെ പറയാതിരുന്നതിന്റെ കാരണം അതൊരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണ്. അതിവേഗതയിലാണ് ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഡാർക്ക് ഏജസ് യൂറോപ്പിലെ മിഡിൽ ഏജസിൽ ഉണ്ടായിരുന്ന അതൊക്കെ കഴിഞ്ഞതോടുകൂടി നിക്കോളാസ് കോപ്പർനിക്കസിന്റെ ഹെലിയോസെൻട്രിക് മോഡലും ഗലീലിയോയുടെ ചെറിയ ടെലിസ്കോപ്പിലൂടെയുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നതോടുകൂടി മാറ്റങ്ങൾ അനിവാര്യമായി. അവരല്ല മാറ്റത്തിന്റെ ആൾക്കാർ. അക്കാലത്ത് ഈ ഫ്യൂഡൽ സാമ്രാജ്യത്തിൽ ഘട്ടത്തിൽ തന്നെ വളർന്നു വന്നിരുന്ന ട്രേഡേഴ്സിന് മറ്റ് രാജ്യങ്ങളിൽ കച്ചവടം നടത്തണമെങ്കിൽ പ്രൊഡക്ഷൻ വേണം. ഫ്യൂഡൽ പ്രൊഡക്ഷൻ വേണ്ടത്ര സർപ്ലസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ വൻതോതിലുള്ള പ്രൊഡക്ഷൻ ആവശ്യമെങ്കിൽ ഈ ഫ്യൂഡൽ സമ്പ്രദായം തകർന്നേ പറ്റൂ. അപ്പോൾ അതിനെതിരെ ഉണ്ടായിരുന്ന മതത്തിന്റെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള അപ്രൈസിംഗ് ആണ് റിനൈസൻസ്, അന്നത്തെ നവോത്ഥാനം, മാർട്ടിൻ ലൂതറിന്റെ ഒക്കെ. അതേസമയം ശാസ്ത്രത്തിലൂടെ ഗലീലിയോവും കോപ്പർനിക്കസും ഒക്കെ ഇതിന് തുരങ്കം വെച്ചു. പക്ഷെ അവരെ വെറുതെ വിട്ടിട്ടൊന്നുമില്ല. ഗലീലിയോനെ പോപ്പ് വിളിച്ച് ടോർച്ചർ ഇതൊക്കെ യന്ത്രങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിരുന്നു. അപ്പോ ഗലീലിയോ എന്താ ചെയ്യുന്ന, നാട് കടത്തപ്പെട്ടു. അതൊക്കെ നിങ്ങൾക്ക് കഥ അറിയുന്നതാണ്, ഞാൻ പോകുന്നില്ല. അങ്ങനെ വളർന്നു വന്ന ട്രേഡ് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് പുതിയ വികസനങ്ങൾക്ക് നേതൃത്വം നൽകി. അവർക്ക് ആവശ്യമാണ്, അവർക്ക് കൂടുതൽ റിസോഴ്സും കൂടുതൽ പ്രോഡക്ട്സും വേണം, പുതിയ മാർക്കറ്റുകളും തേടണം. അങ്ങനെയാണ് വാസ്കോഡി ഗാമ ഇന്ത്യയിൽ എത്തുന്നതും ക്യാപ്റ്റൻ കുക്ക് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലൊക്കെ എത്തിപ്പെടുന്നത്. അപ്പോൾ കൂടുതൽ മാർക്കറ്റുകൾ, കൂടുതൽ സ്ഥലങ്ങൾ കിട്ടുന്തോറും അത് കീഴടക്കുക, അവിടെ ഭരിക്കുക, അവിടെ വിറ്റഴിക്കുക എന്നുള്ളത് കൊണ്ട് പുതിയ പ്രൊഡക്ഷൻസ് ഡിമാൻഡ് ന്യൂ ടെക്നോളജി. അങ്ങനെ ആ ടെക്നോളജിക്ക് ഇംപീറ്റസ്, സ്പീഡ് കൊടുക്കുന്നത് സയൻസ് ആണ്. ഇങ്ങനെ നമ്മൾ യൂറോപ്പിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണുന്നു, സ്റ്റീം എഞ്ചിനും മറ്റും. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കാലത്ത് വലിയ മാസ് പ്രൊഡക്ഷൻ ആയി. ഇതിനെ ക്രാൻഫോർഡ് എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ സിനിമയുണ്ട്, അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട് BBC-യുടെ. DH ലോറൻസിന്റെ, ചാൾസ് ഡിക്കൻസിന്റെ, തോമസ് ഹാഡിയുടെ ഒക്കെ നോവലുകളിലും മറ്റും ആ കാലഘട്ടത്തിന്റെ നല്ലൊരു ചിത്രീകരണമുണ്ട്. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ആധുനിക കാലത്ത് സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ലീപ്സ് ആൻഡ് ബൗൺസിലാണ് പോകുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വേഗതയിലാണ് പോകുന്നത്. പക്ഷെ എന്തിനാണ് പോകുന്നത്? അപൂർവം ചില സോഷ്യലിസ്റ്റ് കൺട്രീസിലൊഴികെ ബാക്കി എല്ലാ സ്ഥലത്തും പ്രോഫിറ്റിന് വേണ്ടിയാണ്. ആ പ്രോഫിറ്റിനുള്ള ഗ്രീഡ് യുദ്ധമായും മാർക്കറ്റ് പിടിച്ചെടുക്കലായി കൊയേഴ്സൻസിലൂടെ, ബലപ്രയോഗത്തിലൂടെയോ ചിലപ്പോൾ അനുനയത്തിലൂടെയുള്ള പിടിച്ചെടുക്കലുകളുടെ ഒക്കെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ ഇന്ന് യൂറോപ്പിലൊക്കെ കാണുന്നത്. യൂറോപ്പ് പുതിയ വാറുകളിൽ, യുക്രൈൻ റഷ്യ വാർ, അമേരിക്കയിലെ പോവർട്ടി, ബ്രിട്ടനിലെയും കനഡയിലെയും ഒക്കെ തൊഴിലില്ലായ്മ വൻതോതിലുള്ള അതൊക്കെ. പക്ഷെ അതേസമയം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗം നല്ലോണം കാശ് വാരിക്കൂട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അതിലുള്ള ജസ്റ്റ് നല്ല ചില ഉദാഹരണങ്ങളാണ്. കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റ് ആയ ബിൽ ഗേറ്റ്സിന് വാക്സിനിൽ വലിയ താല്പര്യം. ഇന്ത്യയിൽ തന്നെ തുണിമിൽ കച്ചവടം, പെട്രോളിയം കച്ചവടക്കാരനായ അംബാനിക്ക് വാക്സിനിൽ വലിയ താല്പര്യം. ഇതൊക്കെ വരുന്നത് ഈ വാക്സിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ ലാഭടിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒരു ബുക്കിൽ, ആ ബുക്കിന്റെ പേര് എനിക്ക് ഓർമ്മ വന്ന് ഞാൻ പറയാം, ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ന്യൂയോർക്കിൽ ഒരു 40 കൊല്ലം മുമ്പ് നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ ന്യൂയോർക്കിൽ നിന്ന് ന്യൂജേഴ്സിയിലേക്ക് മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ആ ഭാഗത്തുള്ള റോഡുകൾ മുഴുവൻ ഇലക്ട്രോണിക് കമ്പനികളായിരുന്നു. ഇന്നത് മാറി ബയോടെക് കമ്പനികളാണ്. ഇലക്ട്രോണിക് കമ്പനികൾ ഇല്ല. കാരണം അന്ന് ഇലക്ട്രോണിക് കമ്പനിയാണ് ഏറ്റവും പ്രോഫിറ്റ് തന്നിരുന്നത്, ഇന്ന് ബയോടെക് കമ്പനികളാണ്. അപ്പോ അത്തരത്തിലാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത്. ഇനി കുറച്ച് ഇഷ്യൂസ്, ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ഇഷ്യൂസ് പ്രത്യേകിച്ച് എടുത്തു പറയണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ലാസ്റ്റ് സ്ലൈഡാണ്. സയൻസും ജനറൽ ടെക്നിക്കുകളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം
ശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്നത് ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ, അതായത് വളരെ അറിവ് വേണം, അതിന് പഠിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു മൈനോറിറ്റിയാണ് അത് പ്രാക്ടീസ് ചെയ്തിരുന്നത്. ആദ്യകാലങ്ങളിൽ ഈ ഗിഫ്റ്റഡ് ഇൻഡിവിജ്വൽസ്, ഈ മൈനോറിറ്റി, ആരെങ്കിലും ഭക്ഷണം കൊടുക്കണമല്ലോ, വെറുതെ സയൻസ് പറയാൻ പറ്റില്ലല്ലോ, പട്ടിണി വയറിൽ വിശപ്പുണ്ടല്ലോ. അപ്പോ അവർ ഏതെങ്കിലും രാജാക്കന്മാരുടെ സഭയിലിരിക്കും. അങ്ങനെയാണ് നവരത്നങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിലെ രാജാക്കന്മാരുടെ അവിടെ ഗുപ്തന്റെ ഇതിൽ നവരത്നങ്ങൾ എന്നൊക്കെ പറയുന്നവരുണ്ടായത്. അവര് ഏതെങ്കിലും രാജാക്കന്മാർ, ചിലപ്പോൾ വലിയ സാമ്രാജ്യാധിപതികൾ, ചിലപ്പോൾ ചെറിയ നാട്ടുരാജ്യത്തിലെ പ്രിൻസ്, അവരോടൊക്കെ അറ്റാച്ച് ചെയ്യും. പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, വരാഹമിഹിരൻ, ബ്രഹ്മഗുപ്തൻ, ഇവരൊക്കെ ഇങ്ങനെയായിരുന്നു. അരിസ്റ്റോട്ടലിനെ അലക്സാണ്ടറിന്റെ അച്ഛൻ ഫിലിപ്പ് തേടി പിടിച്ച് കൊണ്ടുപോയി അലക്സാണ്ടറിന്റെ ട്യൂട്ടറാക്കി. ആ സ്ഥാനത്തിന് വേണ്ടി 2-3 പേര് മത്സരിച്ചിരുന്നു, പക്ഷെ കിട്ടിയത് അരിസ്റ്റോട്ടലിനാണ്. ഇത്തരത്തിൽ ആണ് കഴിഞ്ഞിരുന്നത്. അപ്പൊ ഇവരൊക്കെ ഈ രാജാക്കന്മാരുടെ കൂടെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് പൊതുജനങ്ങളും മറ്റ് വളരെയധികം കഴിവുള്ള വാസ്റ്റ് മെജോറിറ്റി അതിൽ നിന്നും ദൂരെ നിന്നു. മാത്രമല്ല, ഇത് ഗവേണിംഗ് ക്ലാസിന്റെ, എക്സ്പ്ലോയിറ്റിംഗ് ക്ലാസിന്റെ, റിച്ച് ക്ലാസിന്റെ കൂടെ ആയതുകൊണ്ട് സാധാരണ ജനങ്ങളിൽ ശാസ്ത്രത്തെക്കുറിച്ച് ഒരു തരം സംശയവും ഭയവും ഉണ്ടായിരുന്നു. ഈ ബുക്ക് ലേണിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഹേയ് പാടില്ല എന്നുള്ള ഒരു സംസ്കാരം ഒരു കാലത്തുണ്ടായിരുന്നു. ഇതാണ് സാധാരണക്കാരൻ. ഈ പേടിയൊക്കെ കുറെയൊക്കെ ഇക്കാലത്ത് കൊണ്ട്, നമ്മൾ വാക്സിനെ കുറിച്ച് പറയുമ്പം പേടി വരുന്നു ആൾക്കാർക്ക്. ഇത് വേണമോ, ഇത് എടുത്തത് കൊണ്ടല്ലേ ആളുകൾ വേഗം വേഗം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച് എന്നൊക്കെ തരത്തിലുള്ള ഡിബേറ്റുകൾ അതുകൊണ്ടാണ്. മറ്റൊന്ന്, ഈ സയൻസിന്റെ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ അവർക്കൊരു ഗുണവും ചെയ്യില്ലെന്നും ചിലപ്പോ അവരുടെ ഉള്ള ജോലിയും കൂടി കളയുന്നും പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്ന കാലത്ത് അത് സയൻസിന്റെ പ്രോഡക്റ്റ് ആണെന്ന് അവർക്കറിയാം. മെഷീൻസ്, സാധാരണക്കാരായ ജനങ്ങൾ ചേർന്ന്, കൂട്ടമായി ചേർന്ന് മെഷീനുകൾ തല്ലി തകർത്തിട്ടുണ്ട്. മെഷീൻ റക്കേഴ്സ് എന്നാണ് അതിന് അവർക്ക് പറയുന്നത്. ഇതിന്റെ മറ്റൊരു സ്വഭാവം നമ്മൾ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ കണ്ടിരുന്നു. കമ്പ്യൂട്ടറുകൾ വരുന്നു പറയുമ്പോൾ അയ്യോ കമ്പ്യൂട്ടർ വന്നാൽ തൊഴിലില്ലായ്മ ഉണ്ടാവും, നമ്മുടെ ജോലി നഷ്ടപ്പെടും, അതുകൊണ്ട് കമ്പ്യൂട്ടറൈസേഷന് എതിരാണ് എന്ന് പ്രോഗ്രസീവായിട്ടുള്ള ആൾക്കാർ കൂടി വാദിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ കുറിച്ച് ആദിമ മനുഷ്യരുണ്ട്, സാധാരണക്കാർക്ക് ഉണ്ടായിരുന്ന ഒരു ഭയം സത്യത്തിൽ വിദ്യാഭ്യാസം ഉള്ളവരുടെ ഉള്ളിൽ കുറെയൊക്കെ ഉണ്ട്. പിന്നെ ചിലവര് ഈ സയൻസ് പഠിച്ചവര് പ്യൂർ മിസ്ചീഫുകാരാണ് എന്നുള്ള ഒരു ധാരണയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഹൈപ്പേഷ്യയെ കല്ലെറിഞ്ഞു കൊന്നതും ബ്രൂണോനെ ചുട്ടുകൊന്നതും ഗലീലിയോനെ പേടിപ്പിച്ചതും മറ്റും. നമ്മുടെ ആന്റി വാക്സിൻ ക്യാമ്പയിൻസും ഇത്തരത്തിലുള്ള എന്തോ ഒരു മിസ്ചീഫാണ് ഈ വാക്സിനേഷൻ എടുക്കുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. ലാസ്റ്റ് ആയിട്ട് ശാസ്ത്രജ്ഞന്മാർക്കും ബുദ്ധിജീവികൾക്കും സാധാരണക്കാരോട് ഭയങ്കര പുച്ഛമാണ്. ഇന്നും അത് തന്നെയാണ്. ആ പുച്ഛം ഒരു വശത്തും അവരെ കുറിച്ചിട്ടുള്ള സംശയം മറ്റൊരു വശത്തുമായി രണ്ട് ഭാഗത്താണ് ജനങ്ങളും ശാസ്ത്രജ്ഞരും. ശാസ്ത്രജ്ഞർ മനുഷ്യർക്ക് വേണ്ട ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ അത് പറഞ്ഞൊന്നും കൊടുക്കില്ല. അങ്ങനെ എല്ലാവരോടും പറയേണ്ട കാര്യമല്ല അത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ഇത് കഴിഞ്ഞ 2000 വർഷത്തിലധികമായി ഇങ്ങനെയുണ്ട്. അപ്പോ ഇതൊരു എന്താണ്, ശാസ്ത്രത്തെ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് ശരിക്ക് വേണ്ടത്ര ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, ഈ സസ്പീഷനും ഈ ഗ്യാപ്പും കൊണ്ട്. അതുകൊണ്ട് തന്നെ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രഥമമായ കടമ ഈ സസ്പീഷൻ മാറ്റലാണ്. എന്താണ് ശാസ്ത്രം, എന്താണ് ലാബുകളിൽ നടക്കുന്നത് എന്നുള്ളത് ജനങ്ങളോട് എത്ര ചാൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. പിന്നെ ഇതിനെക്കുറിച്ചാണ് ബ്രത്തോട് ബ്രത്ത് ഗലീലിയോ എന്ന് പറഞ്ഞ ഡ്രാമയിൽ പറഞ്ഞത്, എ ടൈം വിൽ കം വെൻ ഈവൻ ദ മിൽക്ക് മെയ്ഡ്സ് ഡിസ്കസ് അബൌട്ട് ദ സ്റ്റാർസ്. പാൽക്കാരി പെൺകുട്ടികൾ പോലും നക്ഷത്രത്തെക്കുറിച്ചും ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന ഒരു കാലം വരും എന്നാണ് ബ്രത്തോട് ബ്രത്ത് പറഞ്ഞത്. ആ കാലം കൊണ്ടുവരേണ്ട ധാർമ്മികമായ ചുമതല നമ്മുടെ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങൾക്കാണ്. മറ്റൊന്ന്, ശാസ്ത്രത്തെക്കുറിച്ച് ഈ നടക്കുന്ന ഈ ലാബുകളിലും ഈ ആകാശത്തിന്റെ കീഴിൽ നടക്കുന്ന എല്ലാ ശാസ്ത്രത്തെക്കുറിച്ചും ജനങ്ങളെ പറയുകയും മനസ്സിലാക്കിപ്പിക്കുകയും അവർക്ക് താല്പര്യമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈ വലിയ വ്യത്യാസം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റൂ. ഈ നമ്മുടെ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൊക്കെ ചില സുഹൃത്തുക്കൾ ചോദിക്കുന്നത് കേട്ടിരുന്നു, നമുക്ക് ഈ സയൻസിനെ കുറിച്ച്, അതായത് ആദ്യം എടുത്തിരുന്ന സാമാന്യ ലോകം, സൂക്ഷ്മ ലോകം, എന്താണ് സ്ഥൂല ലോകം, ഇതൊക്കെ എന്തിനാ പഠിക്കുന്നത്, നമുക്ക് സയന്റിഫിക് അവയർനെസ്, ശാസ്ത്രബോധത്തെ കുറിച്ചല്ലേ ക്ലാസ് വേണ്ടേ. നമ്മുടെ ഇടയിൽ ഒരു വലിയ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. ഈ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന സാധനം എങ്ങനെയോ ആളുകളുടെ തലയിൽ തിരികെ കയറ്റാൻ പറ്റുന്നു. അതൊരു മിഥ്യാധാരണയാണ്. സയന്റിഫിക് ടെമ്പർ മൈനസ് സയൻസ് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ
മിക്കവാറും അത് കേവല യുക്തിവാദികളെയാണ് സൃഷ്ടിക്കാനുള്ള സാധ്യത, അല്ലാതെ സയന്റിഫിക് അവയർനെസ് ഉള്ള ജനങ്ങളെ അല്ല. അതുകൊണ്ട് ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രഥമമായ ഘടനയാണ് ഈ ഗ്യാപ്പുകൾ, അല്ലെങ്കിൽ ഈ ചുമരുകൾ ഉണ്ടെങ്കിൽ ചുമര്, ഗ്യാപ്പ് ആണെങ്കിൽ ഗ്യാപ്പ് ബ്രിഡ്ജ്, അല്ലെങ്കിൽ ചുമരുകൾ തല്ലി തകർത്ത് സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ശാസ്ത്രത്തെ കൊണ്ടുപോവുകയും ശാസ്ത്രത്തെക്കുറിച്ച് പറയുകയും മനസ്സിലാക്കിപ്പിക്കുകയും അവരുടെ ശാസ്ത്രബോധം വളർത്തിയെടുക്കുകയും ചെയ്യാം. ഇതൊന്നും ചെയ്യാതെ അന്ധവിശ്വാസം മാറ്റിയെടുക്കാമെന്ന് നമ്മൾ ആരും കരുതുന്നുണ്ടെങ്കിൽ അത് ഒരു മിഥ്യാധാരണയാണ്. മാത്രമല്ല, ശാസ്ത്രത്തെ അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തുകയും വേണം. ഇതാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെയും ശാസ്ത്രം നേരിട്ട പ്രതിസന്ധികളുടെയും ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്ക് യു വെരി മച്ച്. 3 പുസ്തകങ്ങൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ജെ.ഡി. ബെർണാലിന്റെ 4 വോളിയം സയൻസ് ഇൻ ഹിസ്റ്ററി, ഡോക്ടർ ആർ.വി.ജി. മേനോന്റെ ഹിസ്റ്ററി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മലയാളത്തിൽ, പിന്നെ ജോൺ എം ഹോബ്സന്റെ ഈസ്റ്റേൺ ഒറിജിൻസ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ. ഒക്കെ ഞാൻ ഇന്ന് കാണിച്ച ചിത്രങ്ങൾ മിക്കവാറും എടുത്തത് എൻ്റെ അടുത്ത് തന്നെ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ശാസ്ത്രം വളർന്ന നാൾ വഴികൾ എന്ന ഒരു ചെറിയ പുസ്തകത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ കഴിവിനുള്ളിലാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം. അറിയാത്തവ നമുക്ക് ഒന്നിച്ചു ചേർന്ന് കണ്ടുപിടിക്കാം. താങ്ക് യു വെരി മച്ച്.